ജോയിസ് ടി വിയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളെല്ലാവരും കർത്താവിൽ സന്തോഷമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഈ ചാനലിലൂടെ കടന്നു വരുന്നതായ ഓരോ സാക്ഷ്യങ്ങളും നിങ്ങളുടെ ഓരോരുത്തരെയും ആത്മീക ജീവിതത്തിൻ്റെ അനുഗ്രഹത്തിനും കർത്താവിനോട് നിങ്ങളെ അത് അടുക്കുന്നതിനും മുഖാന്തരമായി തീരട്ടെ എന്ന് ഞങ്ങൾ കർത്താവിൽ ആശംസിക്കുന്നു. നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടേതായ സാക്ഷ്യങ്ങൾ ഞങ്ങളുടെ ചാനലിലൂടെ പറയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഞങ്ങളുടെ സ്ക്രീനിൽ കാണുന്നതായ ഈ കോൺടാക്റ്റ് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. കർത്താവ് എല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് നമ്മോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു കർത്താവിൻ്റെ ദാസിയാണ് കടന്നു വന്നിരിക്കുന്നത്, സിസ്റ്റർ ബ്ലെസ്സി ഷാജി. ആ പ്രിയ കർത്താവിൻ്റെ ദാസിയെ ജോയിസ് ടി വിയിലേക്ക് ഞങ്ങൾ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ആമേൻ, സ്തോത്രം. പ്രൈസ് ലോർഡ്. സിസ്റ്ററെ, എന്തുകൊണ്ട് വിശേഷം? നല്ല വിശേഷം. കർത്താവ് സഹായിക്കട്ടെ. ജീവിതത്തിന്റെ അനുഭവത്തിലേക്ക് കടന്നു പോകുന്നതിനും മുന്നമേ തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. പരിശുദ്ധ കർത്താവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നപ്പാ, വാഴ്ത്തുന്നപ്പാ. അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരിക്കണമേ കർത്താവേ. പ്രിയ ദേവദാസിയുമായി ദൈവപാദപീഠത്തിലായിരിക്കുന്ന കർത്താവേ, ഹല്ലേലൂയ. കഴിഞ്ഞ കാലങ്ങളിൽ കർത്താവ് നടത്തിയതായ വിധങ്ങളും വഴികളും ഒക്കെ സംസാരിപ്പാനോ ദാസ്യ ദൈവം ബലപ്പെടുത്തണമേ. കേൾക്കുന്ന ജനത്തിന് അതൊരനുഗ്രഹമായി തീരുവാനിടയാക്കണമേ, ആത്മീക വർധനവായി തീരുവാനിടയാക്കണമേ. അങ്ങയുടെ നാമം ഈ സാക്ഷ്യത്തിലൂടെ മഹിമപ്പെടുവാൻ കർത്താവ് ഇടയാക്കുമാറാകണമേ എന്ന് അപേക്ഷിക്കുന്നു. നെറ്റ്വർക്കിനെയും സിസ്റ്റങ്ങളെത്തെയും എല്ലാം അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ദൈവ സാന്നിധ്യത്തിനുള്ള അല്പസമയം ഇരുത്തിയാട്ട് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ഹല്ലേലൂയ, ആമേൻ. പ്രൈസ് ലോർഡ്. ദേവദാസി, ഇനി ജീവിതത്തിൻ്റെ അനുഭവങ്ങളെ ഷെയർ ചെയ്യാനുള്ള സമയമാണ്. ദേവദാസിക്ക് ജീവിതത്തിൻ്റെ അനുഭവത്തെ ഷെയർ ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു. ഗോഡ് ബ്ലസ് യു. ദൈവനാമം ഉണ്ടായിരിക്കട്ടെ. സ്തോത്രം. ജോയ്സ് ടി വിയിലേക്ക് എന്നെ ക്ഷണിച്ച കർദാസിക്കും കടന്നു വന്ന എല്ലാ ദൈവ മക്കൾക്കും ദൈവനാമത്തിൽ നന്ദി പറയുകയാണ്. ഇങ്ങനൊരു അവസരം എനിക്ക് തന്ന കർത്തദാസി എന്നെ വിളിക്കാനിടയായി. ഇങ്ങനെ ഒരു സാക്ഷ്യം പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ആ സമയത്ത് ഞാൻ ദൈവസ്ഥനിൽ പ്രാർത്ഥിച്ച്, പലരും എന്നെ വിളിക്കാറുണ്ട്, പക്ഷെ ഞാൻ ദൈവസ്ഥനിൽ പ്രാർത്ഥിച്ചു, കർത്താവേ നിന്റെ ഹിതമാണെങ്കിൽ മാത്രം എനിക്ക് അങ്ങനെ ഒരു സാഹചര്യം ഒരുക്കി തന്നാൽ മതി എന്ന് ഞാൻ പറഞ്ഞു. പല ഡേറ്റുകളും പറഞ്ഞു, പക്ഷേ എങ്കിലും ദൈവത്തിന്റെ സമയത്തിന് ദൈവം ഇങ്ങനെ ഒരു അവസരം ഒരുക്കുന്നതിനായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. പ്രത്യേകാല് എന്നെ സന്തോഷിപ്പിച്ചൊരു പാട്ട് പാടി ഞാൻ സാക്ഷ്യത്തിലേക്ക് കടന്നുകൊള്ളാം. സ്തോത്രം. ഞങ്ങൾ ഇതുവരെ എത്തുവാൻ നീ മാത്രം യേശുവേ, ഞങ്ങൾ ഇതുവരെ എത്തുവാൻ നീ മാത്രം യേശുവേ, കഴിവല്ല നിൻവയാണേ, എൻ ബലമല്ല നിന്ദയാണേ, കഴിവല്ല കൃപയാണേ, എൻ ബലമല്ല നിന്ദയാണേ, ഞങ്ങൾ ഇതുവരെ എത്തുവാൻ നീ മാത്രം യേശുവേ, ഞങ്ങൾ ഇതുവരെ എത്തുവാൻ നീ മാത്രം യേശുവേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പാട്ടുകാരൻ പാടിയതുപോലെ തന്നെ ഞങ്ങൾ ഇതുവരെ എത്തുവാൻ ഞങ്ങളുടെ കഴിവോ ഞങ്ങളുടെ മിടുക്കോ ഒന്നുമല്ല. സ്തോത്രം. വെറും പറമ്പിൽ കിടന്ന ആ കളിമണ്ണിനെ കൊണ്ടുവന്ന്, സ്തോത്രം, അതിന്റെ മുള്ളും അതിന്റെ എല്ലാ കല്ലുകളൊക്കെ പെറുക്കി കളഞ്ഞ് അതിനെ കുശുവൻ കൊണ്ടുവന്ന് ആ കുശുവിന്റെ കാൽച്ചൂട്ടിൽ വെച്ച് അതിനെ ചവിട്ടി കുഴച്ച് പശ വരുവാൻ തക്കവണ്ണം അതിനെ ദൈവം ആ കുശുവൻ ആഗ്രഹിക്കുന്ന ഒരു നിലവാരത്തില് എത്തത്തക്കവണ്ണം ആ കളിമണ്ണിനെ, ആ മണ്ണിനെ കുഴച്ചെടുത്ത് അതിനെ ഒരു ചക്രത്തിന്മേൽ കൊണ്ടുവന്ന് ആ ചക്രത്തിന്മേൽ വെച്ച്, സ്തോത്രം, ഒരു കുശുവന്റെ ഹൃദയത്തിലെ ആഗ്രഹപ്രകാരം ആ കളിമണ്ണും ചക്രം മാത്രമല്ല, ആ കുശുവിന്റെ കൈ വെച്ച് അവന്റെ ഹൃദയത്തിൽ നല്ല ആഗ്രഹപ്രകാരം ആ കളിമണ്ണിനെ ഒന്ന് പണിയുക. ഹല്ലേലൂയ. എന്നാൽ കയ്യിൽ വെച്ച് ഉടഞ്ഞു പോയി. എന്നാൽ അതിനെ ദൂരേക്ക് കളയുന്നില്ല.
ഹല്ലേലൂയ. പിന്നെ ഒന്നും കൂടെ പണിയുക എന്ന പോലെ എന്റെ ജീവിതത്തിനകത്തും എന്റെ കർത്താവ് എന്നെ പണിതെടുത്ത ആ അവസരത്തിനായി, ആ സമയത്തിനായി നന്ദിയോട് സ്തോത്രം ചെയ്യാണ്, സ്തുതിക്കുകയാണ്. പലപ്പോഴും ഹല്ലേലൂയ ആർക്കും വേണ്ടാതെ തള്ളിക്കളഞ്ഞ അനുഭവങ്ങള് ജീവിതത്തിൽ ഒത്തിരി വീഴ്ചകൾ താഴ്ചകളൊക്കെ വന്നപ്പോഴും കർത്താവ് അവിടെ എല്ലാം കരം പിടിച്ച് വഴി നടത്തി. ഹല്ലേലൂയ. എന്റെ എന്റെ സാക്ഷ്യം പറയുകയാണെങ്കിൽ എന്റെ മാതാവ് എന്റെ ചെറുപ്രായത്തിൽ, ഞങ്ങളൊരു ഹിന്ദു സമുദായത്തിൽപ്പെട്ടതാണ്. കോടി കോടി ദൈവങ്ങളെ സേവിച്ച് വന്ന ഒരു പശ്ചാത്തലമുള്ള കുടുംബ പാരമ്പര്യത്തിൽ നിന്ന് കർത്താവിനെ അറിയുവാൻ 12ാമത്തെ വയസ്സ് യേശുപ്പച്ചൻ അറിയുവാൻ ദൈവം ഇടയാക്കി. എന്റെ ഒരു 10ാമത്തെ വയസ്സ്, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ മാതാവ് ഈ ലോകത്തിൽ നിന്ന് മാറ്റിവിട്ടുപോയി. എന്റെ മാതാവിന് ക്യാൻസർ ആയിരുന്നു. അങ്ങനെ പല വൈദ്യന്മാരുടെ അടുത്തും പോയിട്ട് സൗഖ്യമായില്ല. അങ്ങനെ ഒത്തിരി ദൈവത്തിന്റെ ഹിതമാണെന്ന് ഓർക്കുന്നു. എന്നെ കർത്താവ് ഇങ്ങനെ കൊണ്ടുവരുവാൻ തക്കവണ്ണം എന്റെ മാതാവിനെ ഞങ്ങൾ ഇന്ന് എടുത്തു മാറ്റി. ഞാനും എൻ്റെ ഒരു ബ്രദറാണ്, എന്റെ മൂത്തതാണ് എന്റെ സഹോദരൻ. എനിക്ക് പിതാവ്, എന്റെ മാതാവ് മരിച്ചുകൊണ്ടുകൂടി എന്റെ പിതാവ് വളരെ മദ്യപാനിയായിരുന്നു. അങ്ങനെ ആ മദ്യപാനത്തിൽ നിന്ന് സ്വർഗത്തിലെ ദൈവം, ഹല്ലേലൂയ, എന്റെ പിതാവ് അങ്ങനെ പോവാൻ ഇടയായി. എന്നാൽ എന്റെ സഹോദരൻ അവൻ്റേത് രീതിയിൽ എന്നെ കിട്ടും ഒരു 2.5 വയസ്സിന് മൂത്തതാണ്. ചെറുപ്രായത്തിൽ എന്നെ ആരും കരുതാനോ ആരും സ്നേഹിക്കാനില്ലാത്തത് കൊണ്ട് മാതാവിന്റെ മരണശേഷം എന്റെ സഹോദരനും അങ്ങനെ ഒരു വിഷയത്തിലൂടെ കടന്നു പോയി. സ്തോത്രം. എന്നാൽ ആ സമയത്തൊക്കെ ദൈവം, ഹല്ലേലൂയ, ദൈവത്തിന്റെ ഹിതപ്രകാരം ഞാൻ ഈ സമയത്ത് ഇങ്ങനെ കർത്താവിന് വേണ്ടി നിൽക്കേണ്ടത് കൊണ്ട് ദൈവം ആ സമയത്ത്, ഹല്ലേലൂയ, എന്റെ മാതാവ് മരിച്ച സമയത്ത് ഞാന് എന്റെ ഭവനത്തിൽ ഒറ്റയായിരുന്നു. എന്റെ സഹോദരനെ അവന്റെ ഇഷ്ടപ്രകാരം അവൻ നടന്നു, എന്റെ പിതാവിന്റെ ഇഷ്ടപ്രകാരം നടന്നു. എന്നെ കരുതുവാനും എന്നെ സ്നേഹിക്കുവാനും ആരും ഇല്ലാതിരുന്ന സമയത്ത് എന്നെ പല വീടുകളിൽ, എന്റെ അമ്മയുടെ അച്ഛൻ്റെ ഒക്കെ വീടുകളിൽ ചെന്ന് നിൽക്കുമ്പോ എന്റെ പിതാവ് വളരെ മദ്യപാനിയായിട്ട് അവിടെ കടന്നു വരും. അങ്ങനെ അവരെ അസഭ്യങ്ങളൊക്കെ പറഞ്ഞ് പിന്നെയും ഞാൻ എന്റെ വീട്ടിലേക്ക് അച്ഛന്റെ കൂടെ വരും. അവിടെ അച്ഛന് രാത്രി 12 മണിയൊക്കെ ആയിട്ടാണ് അച്ഛൻ മദ്യപിച്ച് കടന്നു വരിക. അങ്ങനെ കുഞ്ഞു പ്രായത്തിൽ എന്നെ കഴിഞ്ഞു പോയ സമയത്ത് എന്നെ തൊട്ട് അയൽവക്കത്ത് ഒരു പെന്തിക്കോസ്ത് ഫാമിലി ഉണ്ടായിരുന്നു. ഞാൻ തൃശ്ശൂരാണ് എന്റെ ദേശം. ഹല്ലേലൂയ. അവിടെ ഞാന് തൊട്ട് അയൽവക്കത്ത് എൻ്റെ ഒരു അയൽവാസി പെന്തിക്കോസ്ത് ആയിരുന്നു. പക്ഷെ ഞാൻ എന്റെ ചെറുപ്രായത്തിൽ തന്നെ കുഞ്ഞുങ്ങളായിട്ട് കൂട്ടുകാരായിട്ട് കളിക്കുന്ന സമയത്ത് തന്നെ ഇവരുടെ പാട്ട് കേൾക്കുമ്പോ അതിനെ കളിയാക്കി ഞങ്ങൾ പാടും. ഞങ്ങൾ ഒത്തിരി കളിയാക്കുമായിരുന്നു, കൂട്ടുകാരൊക്കെ ചേർന്ന്. കുഞ്ഞിതാണെങ്കിലും വേലിപ്പൊത്തിലൊക്കെ നിന്ന് കളിയാക്കവരനെ. അങ്ങനെ ഒരു 3 ദിവസത്തെ ഫാസ്റ്റിംഗ് പ്രയർ ആയിരുന്നു അവരുടെ. ആ സമയത്ത് എനിക്ക് എന്താ പറയാ, അധികം വിദ്യാഭ്യാസം ഒന്നുമില്ല, സ്കൂളിൽ പോകാൻ കഴിയുന്നില്ല. 7ാം ക്ലാസ് മാത്രമേ ഞാൻ പഠിച്ചിട്ടുള്ളൂ, അതും പാസ്സായിട്ടൊന്നുമില്ല. അങ്ങനെ ആരും പഠിപ്പിക്കാനില്ല. ആ സമയത്ത് ഞാൻ ഇവരുടെ കൂടെ നിന്ന്, കൂട്ടുകാരികളുടെ അടുത്ത് നിന്ന് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കോട്ടയത്ത് നിന്ന് സാം അബ്രഹാം എന്ന് പറഞ്ഞിട്ടൊരു ദേവദാസൻ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഡേവിഡ് പാസ്റ്റർ എന്ന് പറഞ്ഞൊരു പാസ്റ്റർ ഉണ്ട്. ഇവര് 3 പേര് അങ്ങോട്ട് കടന്നു ആ വീട്ടില് പ്രാർത്ഥനയ്ക്ക് പോകുന്ന സമയത്ത് 2 ദിവസം കടന്നുപോയി. അപ്പൊ ഇവരെ ഞങ്ങള് ഇങ്ങനെ മാറി നിന്ന് കളിയാക്കി ഇങ്ങനെ പറയും, ഞങ്ങളുടെ ദേശത്ത് പറയും കപ്പി മീനും തിന്നാൻ പോവാ. ഇങ്ങനെ വേറെ ഒരു തമാശ കൂടി ഉണ്ട്. അങ്ങനെ പറഞ്ഞ് കളിയാക്കുന്ന സമയത്ത് ഡേവിഡ് എന്ന് പറഞ്ഞ ഒരു പാസ്റ്റർ 3ാമത്തെ ദിവസം എന്നോട് പറഞ്ഞു, മോളെ എന്റെ കർത്താവ് നിന്നെ പിടിക്കുന്നു പറഞ്ഞു. അപ്പൊ ഞാൻ ദേവദാസിനോട് പറഞ്ഞു, അന്ന് കാണാം പാസ്റ്റർ എന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ മാറിപ്പോയി. പക്ഷെ ഈ 2 ദിവസം പ്രയർ കഴിഞ്ഞു. 3ാമത്തെ ദിവസം പ്രയറിലെ ആ സമയത്ത് എനിക്കറിയത്തില്ല, ഞാൻ ഈ പ്രാർത്ഥന ഭവനത്തിലേക്ക് ഒരു ഇരുമ്പിനകത്ത് കാന്തത്തിനകത്ത് ഇരുമ്പ് എങ്ങനെ ആകർഷിക്കുന്നതോ അതുപോലെ ഞാൻ ആദ്യം അവരുടെ കിച്ചണിലേക്ക് ചെന്നു. അന്ന് ഡ്രസ്സൊന്നുമില്ല, മാറി ഉടുക്കാൻ ഡ്രസ്സൊന്നുമില്ല, കൂറ വേഷത്തിൽ തന്നെ ഞാൻ അവരുടെ അടുക്കളയിൽ ചെന്നു. അടുക്കളയിൽ നിന്ന് ഞാൻ കുറച്ച് നിമിഷം കഴിഞ്ഞപ്പോ എനിക്ക് അവർ വേറൊരു റൂമിലേക്ക് ചെല്ലാൻ തോന്നി. പിന്നെ അവിടുന്ന് ഇവരുടെ ഹോളിനകത്ത് ചെന്നു. ആ ഹോളിനകത്ത് ചെന്നപ്പോ ഉണ്ട്, ഞാൻ അവസാനം ഇരുന്ന ആരോ എന്നെ ഫ്രണ്ടിൽ കൊണ്ടിരുത്തി. ആ നല്ല ഡ്രസ്സൊക്കെ ധരിച്ച് വെള്ള വസ്ത്രമൊക്കെ ധരിച്ച് വന്നിരുന്ന അവരുടെ നടുവിലെ ഈ കൂറവേഷമായിട്ട് ഞാൻ ചെന്നിരിക്കുക. പക്ഷെ ആ സ്പോട്ടിൽ എന്റെ കർത്താവ്, എന്റെ മാതാവ് എനിക്ക് പറഞ്ഞു തന്ന കുറെ കാര്യങ്ങളുണ്ട്. എന്റെ ചെറുപ്പത്തില് ഞാൻ മണ്ണ് തിന്നായിരുന്നു. അങ്ങനെ മണ്ണ് തിന്ന് ഞാൻ പിത്തം, എനിക്ക് അസുഖം വന്ന്
18 വർഷം വരെ എനിക്ക് ഒരു മെഡിസിൻ കഴിക്കണമായിരുന്നു. ഒത്തിരി എന്റെ മാതാവ് എന്റെ പിതാവ് എന്നെ കുറിച്ച് ഭാരപ്പെട്ടു, എന്നെ ശപിക്കാറുണ്ട്. കാരണം ഇവർക്ക് ജോലി കഴിഞ്ഞ് വന്ന ഇവർക്ക് രാത്രി ഒന്ന് സ്വസ്ഥതയായിട്ട് കിടക്കാൻ കഴിയില്ല. കാരണം എനിക്ക് ഏത് സമയവും ബാത്റൂമിൽ പോകണം. അങ്ങനെയാണ് ഞാൻ ഇവര് ഒത്തിരി ഒന്ന് ഉറങ്ങുമ്പോഴേക്കും പെട്ടെന്ന് ഞാൻ ചാടി എണിക്കും. പിന്നെ ഇവർ വിളിക്കും, എന്റെ ശരീരമൊക്കെ നീര് വന്ന് അങ്ങനെ ഒരു അനുഭവത്തിലാണ്. പിത്തം വന്നു കഴിഞ്ഞാൽ അറിയാം, മണ്ണും അരിയും തിന്ന്. അതും കണ്ടുപിടിച്ചത് ഞങ്ങള് കുഞ്ഞുനാളില് ഈ കണ്ണുപൊത്തി കളിയുണ്ട്. ആ സമയത്ത് എന്റെ സഹോദരന്മാരൊക്കെ എന്നെ എണ്ണാൻ നിർത്തും. എണ്ണ സമയത്ത് പണ്ട് ഈ ചുമരുമേ മണ്ണ് തേക്കുന്ന ചുമരുകളായിരുന്നു, ഇഷ്ടിക മണ്ണ് പിണ്ട്. ആ നിൽക്കുന്ന സ്പോട്ടിൽ ഞാന് ആ മണ്ണ് ഇങ്ങനെ മണുക്കുമ്പോ എനിക്കൊരു ആകർഷണം വരും. അതിങ്ങനെ പൊളിച്ചു തിന്നും. അങ്ങനെ ഞാനൊരു ദിവസം എനിക്ക് വയ്യാതെയായിപ്പോ എന്റെ അമ്മയുടെ ഞങ്ങൾ ഒളിക്കുന്ന സമയത്ത് വന്നു നോക്കിയപ്പോ ഞാൻ ഈ മണ്ണ് തന്നെ ഒരു കിണറ് വലുപ്പത്തിൽ ഞാൻ ആ മണ്ണ് തിന്ന് അവിടെ ഇട്ടേക്കുവാ. പിന്നെ എനിക്ക് രക്ഷയില്ലാണ്ടായി. അങ്ങനെ ഹോസ്പിറ്റലിനൊക്കെ ഡോക്ടർ പറഞ്ഞു. പക്ഷെ ഇന്ന് എന്റെ അപ്പന് എന്നെ ആഗ്രഹം ഉള്ളത് കൊണ്ട് എന്റെ കർത്താവ് എന്നെ ഇന്ന് മരണത്തിൽ ഏൽപ്പിക്കാതെ എന്റെ യേശപ്പച്ചൻ എന്നെ ഇന്നയോളം കരുതി. ഹല്ലേലൂയ. അന്നേ മരണം എന്നെ എടുത്തു കൊണ്ടുപോകേണ്ടതായിരുന്നു. പക്ഷെ എന്റെ അപ്പന് എന്നെ കുറിച്ചൊരു പദ്ധതി ഉള്ളത് കൊണ്ട് ദൈവത്രത്തോളം നിർത്തി. എന്റെ മിടുക്കോ എന്റെ കഴിവോ ഒന്നുമല്ല, ഹല്ലേലൂയ, നിന്നതല്ല നിർത്തിയെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അങ്ങനെ ആ ഒരു അസുഖത്തില് എന്നെ വാടകയിൽ വെട്ടിക്കിടത്തിയ അങ്ങനെ ഒരു സാഹചര്യം വന്നതാണ്. അങ്ങനെ ഒത്തിരി എന്റെ മാതാവ് ഭാരപ്പെട്ടു. എന്റെ മാതാവിന് സുഖമില്ലായിരുന്നു. ഒത്തിരി ഭാരപ്പെട്ട സമയം. എന്നെ രാത്രിയൊക്കെ എന്നെ ശപിക്കുകയായിരുന്നു എന്റെ മാതാവ്. എന്റെ പിന്നെ ഇല്ലായിരുന്നിൽ കൊള്ളായിരുന്നു എന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ എനിക്ക് ഓർമ്മ വെച്ച നാളെ എന്റെ മാതാവ് പറഞ്ഞ കാര്യങ്ങള്, എനിക്ക് അസുഖം എന്നൊക്കെ എനിക്കറിയായിരുന്നു. ഞാൻ ആ പ്രയറിൽ ചെന്ന സമയത്ത് ഈ ദൈവദാസൻ എന്നോടൊരു ദൂത് പറയാനിടയായി. എന്റെ ചെറുപ്പം മുതലുള്ള എന്റെ ജീവിതത്തിൽ ഉണ്ടായ അനുഭവങ്ങള് ആ പറഞ്ഞ സമയത്ത് എനിക്കറിയില്ല, ഞാന് കുഞ്ഞിതാണ്. പക്ഷെ എനിക്കത് പക്വതയില്ല. ഇന്നത്തെ കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ ഒത്തിരി പക്വതയാ, കമ്പ്യൂട്ടർ വരുവാ. പക്ഷെ അന്നൊന്നും അതിനുള്ള വിദ്യാഭ്യാസം ഇല്ല, അതിനുള്ള പക്വതയില്ല. അപ്പോ ഞാൻ പെട്ടെന്ന് എന്റെ മനസ്സിലേക്ക് ഒരു സ്നേഹം വരുവാനിടയായി. അന്ന് വരെയും എന്നെ സ്നേഹിക്കുവാൻ, എന്നെ മാതാവിനെ എന്നെ കരുതാനോ വേണ്ടെന്ന പോലെ കഴിഞ്ഞില്ല. ഒരു മാതാവിന്റെ സ്നേഹം അനുഭവിക്കുക, ഒരു പിതാവിന്റെ സ്നേഹം അനുഭവിക്കാൻ കഴിഞ്ഞിട്ടില്ല. ആ സമയത്തൊക്കെ ഞാൻ ദൈവത്തോട് പറഞ്ഞു, ഇത് യേശപ്പച്ചൻ തന്നെയാണല്ലോ സംസാരിക്കുന്നത്. ആ സമയം വരെയും വിഗ്രഹങ്ങളിൽ സേവിച്ച്, അതായത് എല്ലാ ചൊവ്വാഴ്ചയും ശിവന്റെ അമ്പലത്തിൽ പോയി ശിവനെ തുളസിമാലയിട്ട് സ്തോത്രം വഴിപാടുകളൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയമാ ഞാൻ. ആ സമയം ഒത്തിരി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ എന്താ പറയാ ബന്ധുക്കളുടെ വീട്ടിലെ തറവാട്ടിലേക്ക് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഗ്രഹങ്ങളെ കൊണ്ട് നിറഞ്ഞ് അവര് എന്ത് ആഗ്രഹിക്കുന്നുവോ അതെല്ലാം അവർ ഇങ്ങനെ കൈകൂപ്പി ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ കൈയിനകത്ത് അത് സംഭവിക്കും. അവർക്ക് ഇനി ഭക്ഷണം വാങ്ങിക്കണോ, ആ ഭക്ഷണം വയ്ക്കാനുള്ള പൈസ അവരുടെ കയ്യിൽ വരും. അത് കടയിൽ കൊണ്ടു കൊടുത്താല് ഇവര് സാധനം മേടിച്ച് വീട്ടിലെത്തുമ്പോഴേക്കും അത് പേപ്പറായി തരും. അങ്ങനെ ഒരു സമയത്ത്, അങ്ങനെ ഒരു പൈശാചിക മണ്ഡലത്തിൽ നിന്ന് എന്റെ യേശപ്പച്ചനെ വിളിച്ചു വേർതിരിക്കാൻ ഈ പ്രാർത്ഥന കൂട്ടത്തിൽ കൊണ്ടുവന്നു. അങ്ങനെ ദൈവം എന്നോട് ഇടപെട്ടു. ആ സമയത്ത് ഈ പ്രാർത്ഥന കഴിഞ്ഞ് ഞാൻ ഭവനത്തിൽ വന്നു. അങ്ങനെ ഈ പ്രാർത്ഥന നടക്കുന്ന ആ ചർച്ച് തൃശ്ശൂർ ടൗണിലാ. ഹല്ലേലൂയ. ആ ടൗണിനകത്ത് ആ പ്രാർത്ഥനയിൽ ഞാൻ വന്ന സമയം മുതൽ ഇവർ എന്റെ പേര് വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരിടയ്ക്ക് ആ ഹോളിനകത്ത് ഒരു മീറ്റിംഗ് തൃശ്ശൂരുണ്ടായപ്പോ 3 ദിവസം പ്രയറാ. അപ്പൊ എന്റെ തൊട്ടയൽവക്കത്തെ എന്റെ കൂട്ടുകാരി, അവളെ എന്നെ വിളിച്ച് ഈ പ്രാർത്ഥനയിൽ കൊണ്ടുപോയി. അവളുടെ ഡ്രസ്സ്, അവളുടെ ബൈബിള് ഇതെല്ലാം പിടിച്ച് പ്രാർത്ഥനയിൽ പോയി. 2 ദിവസം പ്രാർത്ഥനയിൽ 3-ാം ദിവസം ഞങ്ങളുടെ ദേശത്തുള്ള ഒരു വ്യക്തി, അതായത് എന്റെ ചെറുപ്പം മുതലേ എന്നെ തകർത്ത് കളയാൻ നോക്കിയൊരു വ്യക്തിയാ. ആ വ്യക്തിക്ക് എന്നെ കിട്ടാത്തത് കൊണ്ട് എന്നെ ഭയങ്കര ദേഷ്യമായിട്ട് ഞാൻ പ്രാർത്ഥനയ്ക്ക് പോയ കാര്യം എന്റെ പിതാവിനോട് പറഞ്ഞു. എന്റെ പിതാവ് ജോലിക്ക് പോയി പിതാവിനെ വിളിച്ചു വരുത്തി. ഞങ്ങൾ പ്രാർത്ഥന കഴിഞ്ഞ് വരുന്ന സമയത്ത് ഈ എന്റെ കൂട്ടത്തിലുള്ള ഈ കൂട്ടുകാരി കണ്ടു. എന്റെ പിതാവ് ബസ് സ്റ്റോപ്പിൽ ഇരിക്കുന്നത് കണ്ടു, ദൂരത്തുനിന്ന് ബസ്സിൽ കണ്ടു. എന്നോട് പറഞ്ഞു, നിന്റെ അതേ അപ്പനെ ഞങ്ങൾ വിളിക്കുക, നീ അപ്പൻ ബസ് സ്റ്റോപ്പിലേക്ക്. അപ്പൊ ഞാൻ വിചാരിച്ചു നീ ജോലി ഇല്ലാതെ വന്നതായിരിക്കുന്നു. ഞാൻ ബസ്സിൽ നിന്ന് ഇറങ്ങുന്നതും എന്റെ പിതാവ് എന്നെ വലിച്ചിട്ടടിച്ച് ഒത്തിരി വടികൾ, ഈ ഞങ്ങളുടെ നാട്ടിൽ പറയും നീരോലി എന്ന് പറയും, അതായത് ഒരു മഷി പോലെ കായുണ്ട്, ആ വടി ഭയങ്കര വടി, അത് ചെത്തി ഉഴിഞ്ഞ് ഒരു 5-8 വടി വെച്ചിട്ടാണ് ബസ് സ്റ്റോപ്പിൽ ഇരിക്കുന്നത്. ഈ എന്നെ വലിച്ചെടുക്കലും അടിക്കലും ഒക്കെ കഴിഞ്ഞു. അപ്പോ ഒത്തിരി ജനം എന്റെ പുറകെ വരുവാ. യേശുവിന്റെ പുറകെ ഒത്തിരി ജനമുള്ളത് പോലെ എന്റെ പുറകില് ചിലര് പറയുന്ന നീ പോരുതെന്ന് എന്ന് പറഞ്ഞു. ചിലര്
ഒക്കെ പറയും, ഈ പ്രാർത്ഥനക്കാര് തന്നെ എന്നോട് പറയും ഇനി നീ പോകില്ല എന്ന് പറയാ. പക്ഷെ ഈ ശരീരം മാസകലം എന്നെ അടിച്ച് മുറിവേൽപ്പിച്ച് എന്റെ ശരീരത്തിൽ ബ്ലഡ് കട്ടയായി. അപ്പോഴും എന്റെ പിതാവ് എന്നോട് പറയുവാ, നിന്റെ യേശു ഒന്ന് അടി കൊള്ളട്ടെ എന്ന്. പക്ഷെ എനിക്ക് വചനം എന്തെന്നറിയില്ല, യേശു ആരെന്നറിയില്ല, ഒറ്റ സ്നേഹമാ. എന്റെ അമ്മയുടെ ഉദരത്തിൽ എന്നെ ഒരു വാക്ക് മുൻപേ കണ്ട ദൈവം, എന്നെ പേർ ചൊല്ലി വിളിച്ച ദൈവം, ഹല്ലേലൂയ, മറിഞ്ഞു കിടക്കുന്ന വിഷയം എന്റെ ജീവിതത്തിനകത്ത് എന്നെ വെളിപ്പെടുത്തിയത് കൊണ്ട് എന്റെ അപ്പന്റെ സ്നേഹം, യേശപ്പന്റെ സ്നേഹം ഞാൻ രുചിച്ചറിയാൻ ഇടയായി. അന്ന് ഞാൻ എന്നെ അടിച്ച് എന്റെ വീടിന്റെ അവിടെ എത്താറായപ്പോഴേക്കും എന്റെ പിതാവിന്റെ കാലിൽ കിടന്ന ഒരു ചെരുപ്പുണ്ട്. അന്ന് പണ്ടത്തെ കാലത്ത് പ്ലാസ്റ്റിക് ചെരുപ്പാണ്, അതിന്റെ പുറകിൽ കട്ടയുണ്ട്, കട്ട പോലത്തെ ചെരുപ്പാണ്. അത് ഫ്രണ്ട് വശം പിടിച്ച് എന്നെ തലങ്ങും വിലങ്ങും എന്റെ പുറത്തൊക്കെ അടിക്കാൻ, ആ ചെരുപ്പ് പോലും പൊട്ടിപ്പോയി. എന്നിട്ട് ഞാൻ വീട്ടിൽ കയറുന്ന സമയത്ത് എന്റെ അപ്പൻ ഓടിച്ചെന്ന്, അന്ന് ഓടിട്ട വീടായിരുന്നു, ഓടിന്റെ ഇടയിൽ നിന്ന് വാക്കത്തി വലിച്ചൂരുന്ന് കണ്ട് ഞാൻ എന്റെ വീടിന്റെ സ്റ്റെപ്പിന്റെ അതിരിങ്കിൽ നിൽക്കുമ്പോൾ ആരോ എന്നെ പറഞ്ഞ് എന്നെ തള്ളിയിട്ട് പറഞ്ഞു ഓടിക്കോന്ന് എന്നെ പറഞ്ഞു. ഞാൻ ഓടി. ഞാൻ അഭയം പ്രാപിച്ചത് എന്റെ മാതാവ് ഉള്ളപ്പോ 4 മാസം പ്രായമുള്ള ഒരു കുഞ്ഞിനെ ഞങ്ങൾ വളർത്തുന്നുണ്ടായിരുന്നു. എന്റെ മാതാവ് മരിച്ചത് കൊണ്ട് അവൻ 5 വയസ്സ് അവൻ അന്നുണ്ടായിരുന്നു. അവന്റെ വീട്ടിന്റെ ബാത്റൂമിലാണ് ഞാൻ അഭയം പ്രാപിച്ചത്. ആ കുഞ്ഞ് മോഷൻ കഴിഞ്ഞ് പുറത്തിറങ്ങിയ സമയത്താണ് അവന് ബാത്റൂമിൽ പോയി അവന് കഴുകാൻ പോലും അറിയത്തില്ല. അങ്ങനെ ഒരു കുഞ്ഞ് ആ ബാത്റൂമിനകത്ത് ഞാൻ അഭയം പ്രാപിച്ച് ഒരു നല്ലൊരു ശ്വാസം വിട്ടാലും ആ ബാത്റൂമിന്റെ കതക് തുറക്കും. പക്ഷേ ഈ 5 വയസ്സുകാരൻ എന്റെ പിതാവിനെ അപ്പാന്ന് വിളിക്കുന്നേ, ഈ കുഞ്ഞിനോട് ചേച്ചി എവിടെയാന്ന് ചോദിച്ചു. പക്ഷെ 5 വയസ്സുകാരനിലൂടെ ദൈവം പ്രവർത്തിച്ചു. അവൻ പറഞ്ഞു ചേച്ചി ബസ് സ്റ്റോപ്പിലേക്ക് ഓടിയിട്ടുണ്ടെന്ന്. എന്റെ പിതാവ് അങ്ങ് ഓടിയപ്പോ ഞാൻ 2 മണി തൊട്ട് 4 മണി വരെ ആ ബാത്റൂം, പഞ്ചായത്തുകാര് പണിത ഒരു ബാത്റൂമാ, നാട്ടിൽ വന്ന അറിയാം അതിന്റെ വലുപ്പം എത്രയുണ്ടെന്ന്. പക്ഷെ ആ ബാത്റൂമിനകത്ത് 2 മണി തൊട്ട് 4 മണി വരെ എന്റെ ആദ്യത്തെ പ്രാർത്ഥന എന്റെ ബാത്റൂമിനകത്തുള്ള ഒരു പ്രാർത്ഥനയാ. എന്റെ ഈശോപ്പിനോട് ഞാൻ പറഞ്ഞു, അപ്പാ എനിക്ക് നിന്നെ അറിയില്ല, പക്ഷേ എന്നെ നീ എന്റെ അപ്പന്റെ കയ്യിൽ നിന്ന് വിടുവിച്ച് എനിക്ക് ഇനി വേറൊന്നും വേണ്ട, എനിക്ക് എന്റെ യേശുവിന് വേണ്ടി ജീവിക്കണം, എനിക്ക് അത് മതി യേശപ്പ, എന്റെ പിതാവിനെ കാണിച്ചു കൊടുക്കരുതെന്ന് പറഞ്ഞു. പക്ഷെ 4 മണി കഴിഞ്ഞപ്പോ ബാത്റൂമിനകത്ത് നിന്ന് എന്റെ ഈ 5 വയസ്സുള്ള മോന്, എന്റെ കൂടെയുള്ള രാജീന്ന് അവളുടെ പേര്, അവളെ ചെന്നിട്ട് വിളിച്ചു പറഞ്ഞു എന്റെ ചേച്ചീനെ വിളിച്ചു, അല്ലെങ്കിൽ അപ്പൻ കൊന്നു കളയുന്നു, വാക്കത്തി കയ്യിലുണ്ട്, കൊന്നു കളയെന്ന് പറഞ്ഞ ആ കുഞ്ഞിനോട് ചെന്ന് പറഞ്ഞിട്ട് ആ സഹോദരി എന്നെ വിളിച്ച് അവളെ വീട്ടിൽ കൊണ്ടുപോയി. അങ്ങനെ 7 മണി കഴിഞ്ഞ സമയത്ത് ഇതേ എന്നെ ഒറ്റ കൊടുത്ത ആ വ്യക്തി തന്നെ അവന്റെ വീടിന്റെ പുറകിലാണ്. ഈ വ്യക്തി തന്നെ എന്റെ പിതാവിനോട് പറഞ്ഞു ഞാൻ ഇന്ന വീട്ടിലുണ്ടെന്ന്. അങ്ങനെ എന്റെ പിതാവും എന്റെ സഹോദരൻ അവിടെ വന്ന് എന്നെ മുടിക്ക് കുത്തിയിലൊക്കെ പിടിച്ച് എന്നെ വീട്ടിലോട്ട് കൊണ്ടുപോകും. അവരാ അസിബി പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ഇനി മരണമെങ്കിൽ മരണം, സാരമില്ല എന്ന് പറഞ്ഞാൽ അവരെ വീട്ടിൽ നിന്ന് എന്റെ പിതാവിന്റെ സഹോദരനും കൂടെ വന്നു. എന്നെ 3 ദിവസം അവര് തടങ്കിലിട്ടു. പക്ഷെ ഞാൻ യേശുവിനോട് പറഞ്ഞു ഇനി എല്ലാ ആശയും അറ്റുപോയി, ഇനി ഒരു നിവൃത്തിയില്ല, ഇനി മുൻപോട്ട് പോകാൻ ഒരു നിവൃത്തിയില്ല എന്ന് ചിന്തിച്ച സമയത്ത്, പക്ഷെ ഒരു പത്രോസിന് വേണ്ടി സഭ ശ്രദ്ധയോടുകൂടി പ്രാർത്ഥിച്ചതുപോലെ എനിക്ക് വേണ്ടി ആ സഭ ശ്രദ്ധയോടുകൂടി പ്രാർത്ഥിക്കുകയായിരുന്നു. ഹല്ലേലൂയ. 3-ാം ദിവസം അതുവരെയും നിന്ന എന്റെ സഹോദരൻ, എന്റെ പിതാവ് എനിക്ക് കാവൽ നിന്ന അന്ന് എന്റെ സഹോദരൻ പിതാവ് ആ ഭവനത്തിലില്ല. പക്ഷെ എന്റെ ഉള്ളിലോട്ട് പറഞ്ഞു നിനക്ക് യേശുവിനെ വേണോ അതെ അപ്പനെ സഹോദരനും വേണം. പക്ഷെ ഞാൻ പറഞ്ഞു എനിക്ക് യേശു വേണം. എന്നാ എന്നോട് ആരോ ചെവിൽ നീ പുറപ്പെട്ടോ. അങ്ങനെ ഞാൻ ഇറങ്ങി എന്റെ ഭവനത്തിൽ എവിടേക്കുന്നില്ലാത്ത ലക്ഷ്യത്തിൽ ഞാൻ പോകുന്ന സമയത്ത് ഞാൻ വന്നത് ഈ ചർച്ചിനകത്ത്. എനിക്ക് അവരെ കുറിച്ചൊന്നും അറിയില്ല, അവർക്കും എന്നെ അറിയില്ല. ഒറ്റ പ്രാർത്ഥനയ്ക്ക് പ്രാർത്ഥന കഴിഞ്ഞ് വരുന്നു മാത്രമേ ഉള്ളൂ. അങ്ങനെ ആ പ്രാർത്ഥനയ്ക്ക് പോന്ന് അവിടെ ഈ കോട്ടയം സാം അബ്രഹാം എന്ന് പറഞ്ഞ ഒരു ദേവദാസന്, ആ ദേവദാസൻ അവിടെ നിന്ന് അബ്രഹാം തോന്നുന്നു, സാം എന്നാണ് പേര്, ഒത്തിരി വർഷങ്ങളായി. ആ ദേവദാസൻ അവിടെ ഉണ്ടായിരുന്നു. ആ ദേവദാസൻ അന്ന് ഞാൻ മിഡി പോലത്തെ ഒരു ടോപ്പായിട്ടേക്കണത്, പക്ഷെ എന്റെ കാലുമയും കൈമയൊക്കെ ബ്ലഡ് ഇങ്ങനെ സർക്കുലേഷൻ ഇല്ലാതെ കട്ടയായിട്ട് കിടക്കുന്ന ഒരു അനുഭവം കണ്ടപ്പോ അവര് തന്നെ സഭയിൽ കരഞ്ഞു. അങ്ങനെ പ്രാർത്ഥന കഴിഞ്ഞിട്ട് അവിടുത്തെ കർത്തദാസൻ പറഞ്ഞു ഇനി വീട്ടിൽ പോവാലോ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പെട്ടെന്ന് കർത്താവേ ഇനി എനിക്ക് എവിടെയും പോവാനില്ല. അപ്പൊ ഞാൻ സ്തംഭിച്ച് നിന്ന സമയത്ത് എന്നോട് ആദ്യം കർത്തദാസൻ പറഞ്ഞു ഇനി മോള് നമ്മുടെ വീട്ടിൽ പോക്കോ, അതായത് ആ കർത്താവ് ദാസന്റെ വീട്ടിലെ. അങ്ങനെ അവിടെ നിന്ന് 13 വർഷം
വീര് ജയിലിൽ കിടക്കുന്ന പോലെ കണ്ടാൽ എന്റെ വീട്ടുകാർ കണ്ടാൽ എന്നെ കൊന്നു കളയും. അതുപോലെ അവിടെ എല്ലാം വണ്ടി വിളിച്ച് റോന്ത് ചുറ്റി നടക്കായിരുന്നു. പക്ഷെ 13 വർഷക്കാലം ഒരു മോശയെ മറച്ചതുപോലെ, ഇയ്യോബിന് ചുറ്റും വേലി കെട്ടിയതുപോലെ ദൈവം എന്നെ സൂക്ഷിച്ചു അവിടെ. ഹല്ലേലൂയ. പിന്നെ എന്റെ സഹോദരനുമായ പിതാവായിട്ട് എന്നെ വീട്ടിൽ നിന്നകത്ത് പിണ്ണം വെച്ച് പുറത്തിറക്കി. ഹല്ലേലൂയ. അകത്ത് കയറക്കാനൊന്നും പറ്റില്ല, ഒരു ബന്ധവുമില്ല. ഞാനും എന്റെ യേശുപ്പച്ചനും എന്നെ കൊണ്ടുവന്ന ആ ഭവനം മാത്രമേ ഉള്ളൂ. പക്ഷെ അവിടെ കർത്താവ് എന്നെ ചിലത് പഠിപ്പിച്ചെടുത്തു. ഹല്ലേലൂയ. ഞാൻ ചെന്നിട്ട് എനിക്ക് ഒരു ഉടുതുണിക്ക് മറുതുണിക്ക് ഒന്നുമില്ല, ആരോടും പറയാതെ ദൈവസന്നിധിയില് അവിടെ പ്രാർത്ഥിക്കാൻ എന്തെന്ന് എനിക്കറിയില്ല, എങ്ങനെ പ്രാർത്ഥിക്കണം എന്നറിയില്ല. പക്ഷെ സ്നാനപ്പെടും മുൻപ് തന്നെ എല്ലാവരും അന്യഭാഷ പറയുന്നുണ്ട്, എനിക്കറിയില്ല ഇത് എന്ത് ഭാഷയാന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ അവിടെ ഇരുന്നിട്ട് പറഞ്ഞു, യേശപ്പാ എനിക്കും ആ ഭാഷ തരാവോ? എല്ലാരും സ്നാനപ്പെടുന്നുണ്ട്, എനിക്കും യേശപ്പച്ച ഈ വെള്ളത്തിലൊന്ന് ഇറങ്ങണം. പക്ഷെ സ്നാനപ്പെടും മുൻപേ ഒരു മീറ്റിങ്ങിനകത്ത് ഞാൻ ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് എന്നെ ഒത്തിരി ഭാഷാവരങ്ങളാൽ ദൈവം എന്നെ നിറച്ചു. ആ സമയത്ത് ഞാനൊന്നുമില്ല, എന്റെ ദൈവം എന്റെ കുറവുകളെ കണ്ട് ഒരു പെറ്റത്തള്ള മറക്കുമോ? എന്നാൽ മറന്നു കളയാത്ത നല്ല പിതാവിന്റെ കരുതല്, മാതാവും പിതാവും സഹോദരങ്ങളൊക്കെ ഒരു കുഴിമാടം വരെയുള്ളൂ. ഒന്ന് സ്തോത്രം. ദൈവം എനിക്ക് വെളിപ്പെടുത്തി തന്നു. അങ്ങനെ അഭിഷേകം പ്രാപിച്ചു. അത് കഴിഞ്ഞ് 91 സ്നാനപ്പെടുവാന്, ആ സ്നാനപ്പെടുന്ന സമയത്ത് ഇന്ന് ഞാൻ ഓർക്കും, കർത്താവേ ഇന്ന് സ്നാനപ്പെടുന്നതിന് മുൻപ് കുഞ്ഞുങ്ങൾക്ക് നല്ല വെള്ളവസ്ത്രം മേടിച്ച്, ഹല്ലേലൂയ, സ്നാനപ്പെടുത്ത് കയറി വരുമ്പോ വെള്ളവസ്ത്രം ഇട്ട് പോകുമ്പോ വെള്ളവസ്ത്രം ഇടാനൊക്കെ അവർക്ക് നല്ല ഡ്രസ്സ്. പക്ഷെ ഞാൻ എൻ്റെ പണ്ടത്തെ കാലം ഓർക്കും. ഹല്ലേലൂയ. അവിടെ സ്നാനപ്പെട്ട ഒരു വ്യക്തിയുടെ ഡ്രസ്സ് ഇട്ടിട്ടാണ് ഞാൻ സ്നാനകുളത്തിൽ ഇറങ്ങുന്നത്. അത് അപ്പൊ തന്നെ ഊരി കൊടുക്കണം. അങ്ങനെ പോലും ഇല്ലാത്ത സമയത്ത് മറ്റുള്ളവരുടെ ഡ്രസ്സ് വാങ്ങി സ്നാനക്കുളത്തിൽ ഇറങ്ങുവാനും 91 സ്നാനപ്പെടുവാനും ദൈവം ഇടയാക്കി. അവിടെ മുതല് ഞാൻ അവിടെ കർത്താവ് എന്നെ നിർത്തി. പിന്നെ ഞാൻ കർത്താവിനോട് ചോദിച്ചൊരു കാര്യമുണ്ട്, യേശപ്പ എനിക്ക് വേൾഡിൽ ഒന്നും അറിയണ്ട, എനിക്കൊരു സ്റ്റേജിലും വിളങ്ങണ്ട, എനിക്ക് അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ സ്വർഗം എനിക്ക് കൃപ തരണം. അയ്യോ സ്തോത്രം. ഇരിമ്യാവ് പറഞ്ഞു, നീ എന്റെ തലയെ വെള്ളവും എന്റെ കണ്ണിനെ കണ്ണുനീരുമായി. ഹല്ലേലൂയ. കണ്ണുനീരിന്റെ പ്രവാചകൻ എന്ന ഇരിമ്യാവിനെ വിളിച്ച ഹല്ലേലൂയ ദൈവത്തിന്റെ വചനം ഞാൻ ദൈവത്തോട് ചോദിച്ചതാ, എനിക്ക് അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എനിക്കൊരു സ്റ്റേജിലും എനിക്ക് വേണ്ട അപ്പാ. ഹല്ലേലൂയ. അന്ന് മുതല് എന്റെ അപ്പനോട് ചോദിച്ചേ, എനിക്ക് അനേകർക്ക് വേണ്ടി, ഞാൻ എനിക്കായിട്ട് പ്രാർത്ഥിച്ചിട്ടില്ല, അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എന്റെ തൊണ്ടയെ ബലവും എന്റെ തലയ്ക്ക് വെള്ളവും എന്റെ കണ്ണിന് കണ്ണുനീരുമായി. ഒരു വിഷയം എങ്ങനെ ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നോ ആ വേദന ഞാൻ അനുഭവിച്ച് ഞാൻ പ്രാർത്ഥിക്കാൻ ദൈവം എനിക്ക് കൃപ തന്നു ഈ നിമിഷം വരെയും. അങ്ങനെ ഞാൻ അവിടെ നിന്നു. സ്നാനമൊക്കെ കഴിഞ്ഞു. ഞാൻ 13 വർഷം കഴിഞ്ഞ് പിന്നെ ഹല്ലേലൂയ എന്റെ സഹോദരന്റെ വിവാഹം അതുവരെയും എന്നെ അറിയിച്ചില്ല, സഹോദരന്റെ വിവാഹം അറിയിച്ചില്ല. പക്ഷെ സഹോദരന്റെ ഭാര്യ ഫസ്റ്റിലത്തെ ഡെലിവറിക്ക്, അവളുടെ ഡെലിവറിയുടെ സമയത്ത് അവളുടെ മാതാവിന് ക്യാൻസർ ആയിരുന്നു. അങ്ങനെ ആ ഡെലിവറിക്ക് വേണ്ടി എന്റെ സഹോദരനും സഹോദരിയും ഞാനായിരിക്കുന്ന പാസ്റ്ററിന്റെ അടുത്ത് വന്ന് എന്നോട് ഒത്തിരി വിഷമങ്ങളൊക്കെ പറഞ്ഞ്, അതിനെക്കാട്ട് മുൻപ് എന്റെ പിതാവിന് വലിയൊരു ആക്സിഡന്റ് നടന്നു. ആക്സിഡന്റ് നടക്കുന്ന മുൻപ് ഞങ്ങൾ അവിടെ സഹോദരിമാരൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ദൈവാത്മ വെളിപ്പെടുത്തി, ഇങ്ങനെ എന്നോട് ദൈവം പറഞ്ഞു, നിന്റെ സഹോദരനോ പിതാവിനോ എന്തെങ്കിലും സംഭവിച്ചാൽ നിന്റെ മനോഭാവം എന്തായിരിക്കും എന്നോട് ഒരാൾ വന്ന് പറയുന്ന പോലെ പറഞ്ഞു. ആ സമയത്ത് തന്നെ ലവ്ലി എന്ന് പറഞ്ഞ ദേവദാസി, എന്റെ കർത്താവിന്റെ വേല ചെയ്യുന്ന ദേവദാസി, അന്ന് വേലക്കാരൊക്കെ ഉണ്ട്, ബൈബിൾ കോളേജ് ഒക്കെ ഉണ്ട് അവിടെ. ആ സമയത്ത് എന്നെ അവിടെ, അപ്പൊ ഈ സിസ്റ്റർ എന്നോട് പറഞ്ഞു, ഇനി അങ്ങനെ കേട്ടാ നീ പറയണം, എന്തായാലും യേശുപ്പച്ചന്റെ കരങ്ങളിൽ വിട്ടുകൊടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ പറഞ്ഞു, യേശുപ്പച്ച എന്തായാലും അപകടം വരുത്തരുത്, നഷ്ടപ്പെട്ടു പോകരുത്. പക്ഷെ അന്ന് എനിക്ക് കാണിച്ചു തന്നപ്പോൾ എന്റെ പിതാവ് ഞങ്ങളുടെ ബൈപ്പാസിനകത്ത് വെച്ച്, കുട്ടനിലൊരു ബൈപ്പാസിനകത്ത് വെച്ച് എന്റെ പിതാവ് സൈക്കിളുമ വരുമ്പോ ഒരു വലിയൊരു ടിപ്പർ വന്ന് എന്റെ പിതാവിനെ ഇടിച്ച് ഒത്തിരി, കുട്ടനല്ലൂർ തൊട്ട് ആമ്പലൂർ വരെ ഈ സൈക്കിൾ വലിച്ചു കൊണ്ടുപോയി. അന്ന് മാറ്റിവിടേണ്ട എന്റെ പിതാവ് ഒത്തിരി സീരിയസ് ആയി മെഡിക്കൽ കോളേജിൽ കിടക്കുക. പക്ഷെ എന്നോട് അറിയിച്ചില്ല, ഞാൻ ഇന്ന ഭവനത്തിൽ അറിയിച്ചു. പക്ഷെ അവര് ഞാൻ ഭയപ്പെടേണ്ടെന്ന് പറഞ്ഞിട്ട് പറഞ്ഞില്ല. പക്ഷെ അന്ന് ദൈവം പ്രാർത്ഥിക്കാൻ നിന്നുകൊണ്ട് ദൈവം വലിയ മരണത്തിൽ നിന്ന് വിടുവിച്ചു. എന്നാലും രക്ഷിക്കപ്പെട്ടൊന്നുമില്ല കേട്ടോ. ഒത്തിരി നിന്ന പിന്നെയും പിതാവ് അവർക്ക് പാസ്റ്ററിന്റെ വീട്ടിൽ നിൽക്കുവാണെന്ന് പിന്നെ മനസ്സിലായോ?
ആ ആ. പിന്നെ മനസ്സിലായി. ഉം, ഉം. ഓക്കെ. അങ്ങനെ അവിടെ അവിടെ അവര് വന്ന് വിളിച്ചു. ഉം. അപ്പൊ അന്ന് അതിനെക്കാട്ട് മുൻപ് വന്നിട്ട് എന്നെ ഫലമായിട്ട് പിടിച്ചു കൊണ്ടുവരാൻ വന്നു. പക്ഷെ വന്നപ്പോ ഞാൻ എന്റെ സ്വന്തം കൈയാല് ഞാൻ പറഞ്ഞു, ഇനി ഞാൻ വരത്തില്ല, ഞാൻ ഇവിടെ തന്നെ നിക്കോളൂ എന്ന് എഴുതി കൊടുത്തായിരുന്നു. ആ, ആ. അങ്ങനെയാണ് പിന്നെ അവിടെ നിന്ന്. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് എന്നെ വിളിക്കാൻ വന്നത്. അങ്ങനെ ഞാൻ ഇവരുടെ അടുത്ത് ഞാൻ പോയി. എന്റെ സഹോദരന്റെ ഭാര്യയുടെ ആദ്യത്തെ ഡെലിവറി ഈ ഒന്നും അറിയാത്ത ഞാനാണ് അവിടെ ഡെലിവറി ഒക്കെ എടുത്തതും അവരുടെ ശുശ്രൂഷകളെ ചെയ്തത്. പിന്നെ അവിടെ നിന്ന് ചെന്നപ്പോ പിന്നെ 28 കഴിഞ്ഞപ്പോ അവിടെ അങ്ങനെ ജാതീയമായി ഇത് ഉണ്ടായപ്പോ ഞാൻ അതിനകത്ത് കൂടാത്തത് കൊണ്ട് എന്നെ വീണ്ടും വിട്ടു. പിന്നെ എന്നെ വേണ്ടാന്ന് പറഞ്ഞ് പിന്നെ രണ്ടാമത്തെ ഡെലിവറി നടന്നു, അതിനും പോയി. അങ്ങനെ പോയപ്പോ പിന്നെ പ്രാർത്ഥനയ്ക്ക് എന്നെ വിടില്ലായിരുന്നു. പിന്നെ ഞാൻ അവിടുന്ന് ദേവദാസിന്റെ അവിടുന്ന് ഇറങ്ങി ഞാൻ ഈ ഹോം നേഴ്സിന്റെ വർക്കുകളൊക്കെ ഒത്തിരി ഞാൻ ചെയ്തിട്ടുണ്ട്. എനിക്ക് കർത്താവിനെ ആരാധിക്കണം. പിന്നെ അത് മാത്രമല്ല, ഈ കുഞ്ഞുങ്ങൾ വളർന്നപ്പോ ഒരു നേരം ആഹാരം അവർക്ക് കഴിക്കാനില്ല. എന്റെ സഹോദരൻ മദ്യപാനാണ്, വേണ്ടതുപോലെ ജോലിക്ക് പോവില്ല. എന്റെ സഹോദരിയാണ്, അവളാണ് ഒത്തിരി കഷ്ടപ്പെട്ട്. അങ്ങനെ ഈ കുഞ്ഞുങ്ങൾ ഞാൻ ചെല്ലുമ്പോ ഒത്തിരി വേദനിച്ച് പറയണ, അങ്ങനെ ഞാൻ ഒത്തിരി ജോലിക്ക് കടന്നുപോയി. അങ്ങനെ ഒത്തിരി ഞാൻ തുറന്നു പറയാന്ന് ദൈവസാന്നിധ്യം, വചനം വിട്ടു പോയില്ല. വചനം എന്റെ ജീവിതത്തിലുണ്ട്, എന്റെ കർത്താവിന് വിട്ടുപോയില്ല. പക്ഷേ അതിനകത്ത് ഒത്തിരി വീഴ്ചകൾ എന്റെ ജീവിതത്തിൽ വന്നു. ഹല്ലേലൂയ. ഒത്തിരി. പക്ഷെ എല്ലാവരും എന്നെ മാറ്റി നിർത്തിയ അനുഭവങ്ങള്, തള്ളിക്കളഞ്ഞ അനുഭവങ്ങള്, കൊള്ളില്ലെന്ന് പറഞ്ഞ അനുഭവങ്ങള്. പക്ഷെ എന്നെ ആരും ഒന്നും കരം പിടിച്ച് എഴുന്നേൽപ്പിക്കുന്നില്ലാതെ. പക്ഷെ അവിടെയെല്ലാം എന്റെ കർത്താവ് പറഞ്ഞു, എന്നോട് ദൈവവചനം പറഞ്ഞു, എന്റെ ശത്രുവാ ഇവളെ ഞാൻ വീണ്ടുമെങ്കിലും എഴുന്നേൽക്കും. ആമേൻ. സ്തോത്രം. എന്റെ ദൈവമല്ലേ അതിൽ നിന്നെല്ലാം വിടുവിച്ചു. എനിക്കൊരു ദൈവം, എനിക്ക് എന്താ പറയേണ്ടതില്ലേ, കർത്താവ് എനിക്കൊരു ജീവിതം തന്നു. അങ്ങനെ ആ കുടുംബജീവിതം ഞങ്ങള് ഒത്തിരി കണ്ണുനീരിന്റെ അനുഭവമുണ്ട്, വേദനയുണ്ട്. എല്ലാത്തിന്റെ ഇടയിലും ദൈവം അങ്ങനെ ഒരു ജീവിതം തന്ന് ഞാൻ ആ സമയത്തൊക്കെ മുൻപോട്ട് പോകുന്ന, അപ്പോഴും ഞാൻ ഹോം നേഴ്സിന്റെ വർക്കിനൊക്കെ പോവാണ്. പിന്നെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ചുമൽ കൊടുക്കുവാൻ ദൈവം സഹായിച്ചു. അവിടെ നിന്ന് എനിക്ക് 2 കുഞ്ഞുങ്ങൾ ദൈവം തന്നു. മൂത്ത മോള് നിസി, രണ്ടാമത്തെ മോന് സാഫ്നത്ത്. ദൈവം വാഗ്ദത്തം തന്ന കുഞ്ഞുങ്ങള്. ആ ഡെലിവറി ഒക്കെ എന്ന് പറഞ്ഞാൽ ഒത്തിരി പ്രയാസത്തിലൂടെ. നല്ലൊരു ആഹാരം കഴിക്കാന് ആ സമയത്തില്ല, നല്ലൊരു വസ്ത്രം ധരിക്കാനില്ല, നല്ലൊരു ഭവനത്തിൽ കിടക്കാനില്ല. ഹല്ലേലൂയ. എന്നാൽ അവിടെ എല്ലാം കർത്താവ് പട്ടിണി കിടക്കാതെ, ആരുടെ മുൻപിൽ കൈനീട്ടാതെ ദൈവം ഞങ്ങളെ വിളിച്ചൻ വിശ്വസ്തന വാക്കുമാറ നല്ല പിതാവ്. എന്നെ വിളിച്ചിറക്കിയപ്പോ ദൈവം ഒരു വചനം എനിക്ക് തന്നു, നിന്റെ വാ വിസ്താരത്തിൽ തുറക്കാം, ഞാൻ അതിനെ നിറയ്ക്കാമെന്ന്. ഹല്ലേലൂയ. അത് എനിക്ക് അതിന്റെ അർത്ഥമൊന്നും എനിക്കറിയില്ലായിരുന്നു. പക്ഷെ ദൈവം പടിപടിയായി ദൈവം കേൾപ്പിച്ചു തന്നു, ഇന്നതാണ് അർത്ഥം. ഹല്ലേലൂയ. നിന്റെ വിസ്താരത്ത് കയ്യിൽ നിറയ്ക്കാമെന്ന്. ദൈവം തന്ന കൃപാവരങ്ങള്, ദൈവം അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തന്ന കൃപാവരങ്ങള്, അതെല്ലാം ദൈവസേനയില് പ്രാർത്ഥിക്കാനൊക്കെ ദൈവം എന്നെ സഹായിച്ചു. ഒത്തിരി ശാരീരികമായി ഒത്തിരി ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ചു. പക്ഷെ അവിടെ എല്ലാം കർത്താവിന്റെ സന്നിധിയിൽ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കും, കർത്താവേ നീ എന്റെ മെഡിസിനാ. ഓരോ രോഗത്തിന് ഞാൻ പറയും, ഓരോ രോഗത്തിന് വേണ്ടി ഓരോ ഡോക്ടേഴ്സ്, ഓരോ ഹോസ്പിറ്റലിൽ ചെന്ന ഓരോ മെഷീൻസുകളൊക്കെ ഉണ്ട്. ഞാൻ ഇങ്ങനെ പറയും, എന്റെ തലയിൽ എന്റെ കൈ വെച്ചിട്ട് ഞാൻ പറയും, നീ എന്റെ ഹ്യൂമയാ, നീ എന്റെ ഫിസിയോതെറാപ്പിയാ, നീ എന്റെ എക്വിയാ, നീ എന്റെ സ്കാനിങ്ങാ, നീ എന്റെ ലാഭ, നീ എന്റെ ECG, നീ എന്റെ MRI സ്കാനിങ്. ഇങ്ങനെയൊക്കെ ഓരോന്ന് പറഞ്ഞ് ഞാൻ ഞാൻ ദൈവസേന കരയും, ഞാൻ പ്രാർത്ഥിക്കും. അവിടുന്ന് കുറെ കഴിയുമ്പോ ദൈവം എന്നെ ബലപ്പെടുത്തും. അതേപോലെ എന്റെ മക്കൾക്ക് ആണെങ്കിലും. ഹല്ലേലൂയ. അങ്ങനെ ഞാൻ താമസിച്ചു പോയിരുന്ന സമയത്ത് ഞങ്ങൾ പന്തളത്തായിരുന്നു, ശുശ്രൂഷ സംബന്ധമായി പന്തളത്ത് പോയി. സിസ്റ്റർ, അവിടെ ഞാൻ ഒത്തിരി വിവാഹം കഴിച്ചത് പാസ്റ്റർ ആയിരുന്നോ? വിവാഹം കഴിച്ചത് പാസ്സായിരുന്നു. അത് പറഞ്ഞാട്ട് അത് അങ്ങനെ പറഞ്ഞാട്ടോ. പാസ്സായിരുന്നു. അങ്ങനെ ശുശ്രൂഷയിലായിരുന്നു. അങ്ങനെ ഞങ്ങള് ഈ പന്തളത്ത് വന്നു. അവിടെ ഒത്തിരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കയറി കിടക്കാൻ നല്ലൊരു ഭവനമില്ല, വാടകയ്ക്കായിരുന്നു. പക്ഷെ ദൈവം അവിടെയും ഞങ്ങളെ 11 വർഷം അവിടെ ഉണ്ടായിരുന്നു. അവിടെ കഴിഞ്ഞപ്പോ പെട്ടെന്ന് മോൾക്ക് 9 വയസ്സ് ആയ സമയത്ത് പെട്ടെന്ന് മോളുടെ പപ്പയ്ക്ക് ഒരു ദിവസം പെട്ടെന്നൊരു പ്രഷർ കൂടാനിടയായി. ഇങ്ങനെ പ്രഷറായി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. 2 മാസം പാരലൈസായി കിടന്നു.
പിന്നെ അങ്ങനെ വയനാട്ടിലായിരുന്നു, പപ്പയുടെ വീട്ടിലായിരുന്നു. അങ്ങനെ അവിടെ അളിയനൊക്കെയാണ് നോക്കിയത്. അങ്ങനെ 2 മാസം അവിടെ കിടന്നു. പിന്നെ കർത്താവിന്റെ സന്നിധിയിൽ എടുക്കപ്പെട്ടു, ചേർക്കപ്പെട്ടു. അത് കഴിഞ്ഞ് ഒത്തിരി ഞാനൊരു ഭ്രാന്തിയാണെന്ന് പറയാൻ കഴിയില്ല. എന്റെ കുഞ്ഞുങ്ങൾക്ക് നല്ലൊരു ആഹാരം പോലും ഞാൻ വെച്ചു കൊടുക്കില്ലായിരുന്നു. എന്റെ കുഞ്ഞുങ്ങളെ കാര്യം ഞാൻ നോക്കില്ലായിരുന്നു. എന്റെ ഭവനത്തിലുള്ള എല്ലാ കാര്യങ്ങളും ആര് വരുന്നോ അവർക്കൊക്കെ എടുത്തു കൊടുക്കും. ഒരു ചിന്തയില്ല, നാളെ കുറിച്ച് ഒരു ചിന്തയില്ല, എങ്ങനെ മുൻപോട്ട് പോകുന്ന അറിയില്ല. പക്ഷെ ഒത്തിരി പേര് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അങ്ങനെ നിൽക്കുമ്പോ മുൻപോട്ടൊരു സ്റ്റെപ്പ് ഇല്ല എന്ന് പറഞ്ഞ് ഞാൻ എറണാകുളം ദേശത്തേക്ക് എന്നെ ആ സമയത്ത് ഒരു പ്രയറിനല്ല, ഞാൻ ഇപ്പൊ നിൽക്കുന്ന വീട്ടിലുള്ള ആന്റി എറണാകുളത്ത് താമസിക്കുന്നുണ്ടായിരുന്നു. ഇവര് ഞങ്ങൾ പരിചയം വർഷങ്ങളായി. ആ ആന്റിയുടെ ഭവനത്തിലേക്ക് ഞാനൊന്ന് പോയതാ. അങ്ങനെ പോയി ഞാൻ തിരികെ വരുമ്പോ മൂവാറ്റുപുഴ 6 കണ്ടിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഞാൻ അങ്ങോട്ട് പോകുമ്പോ ഇങ്ങനെ പറഞ്ഞു, തിരികെ വന്ന് എന്റെ കുഞ്ഞുങ്ങളുമായി ആറ്റിനകത്ത് ചാടി മരിക്കാം എന്നൊരു തീരുമാനത്തോടെ വരുന്ന വഴിക്കകത്ത് ഒറ്റ ഫോൺ കോള്, ഒരു മീറ്റിംഗ്. ആ മീറ്റിംഗ് എനിക്ക് ദൈവം തന്നു. അതും എറണാകുളത്തായിരുന്നു. ആ മീറ്റിംഗിൽ വെച്ചിട്ട് ഞാൻ മീറ്റിംഗ് കഴിഞ്ഞ് വന്ന് കിങ്സ് ഹോസ്പിറ്റലിൽ 2 ഡോക്ടേഴ്സ് ഉണ്ടായിരുന്നു ആ മീറ്റിങ്ങിനകത്ത്. അവിടെ ഒരു വിഷയത്തിന് വേണ്ടിയാണ്. ആ പ്രാർത്ഥനയിലെ വലിയ വിടുതൽ അവിടെ നടന്നു. അത് കഴിഞ്ഞ് ഇറങ്ങുന്ന സമയത്ത് അവിടെയുള്ള ദൈവദാസന്മാര്, ഞാൻ എങ്ങനെയാണെന്ന് പോലും അവർക്ക് അറിയില്ല, അതിലൊരു ദൈവദാസൻ പറഞ്ഞു, സിസ്റ്ററെ ചില വർഷങ്ങൾ സിസ്റ്ററിനെ ഞങ്ങൾക്ക് എറണാകുളത്ത് ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ കർത്താവ് അവിടെ 7 വർഷം നിർത്തി. ഈ 7 വർഷം നിർത്തിയെങ്കിലും പല തീച്ചുകളുടെ അനുഭവമാണ്, നിന്ന അപമാനങ്ങള്, ഹല്ലേലൂയ, എല്ലായിടത്തും. പക്ഷെ അവിടെയൊക്കെ ഒരു പെനീന ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ശമൂവേൽ പാലനുള്ളൂ, ഒരു വാഗ്ദത്തമുള്ളൂ. നിന്ന വേണ്ട, പരിഹാസം വേണ്ട, അപമാനം വേണ്ട എന്ന് ഈ ക്രിസ്തീയ ജീവിതത്തിൽ പറഞ്ഞാൽ അതിനൊരു അർത്ഥമില്ല. അതിനകത്ത് യാക്കോബ്, മുൻപിൽ ഏശാവ്, പിൻപിൽ ലാബാൻ, നടുക്ക് യാക്കോബ്, ഇത് രണ്ടും കൂടി വരികയാ. പക്ഷെ യാക്കോബ് സകലത്തെയും മറുകര കടത്തിയിട്ട് യാക്കോബ് തനിയെ ശേഷിച്ചു. യാക്കോബ് ഒരു വിഷയം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ദൂതനോട് പറയാ, നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടത്തില്ലെന്ന്. കാരണം എന്തുവാ? ഇതിന്റെ മധ്യത്തിൽ മാനുഷികമായൊരു ചിന്ത പറ്റില്ല, ഒരു വാക്കുകളെ പറ്റത്തില്ല. ഇതിന്റെ മധ്യത്തിൽ നിന്റെ കൃപ വേണം ഇതിനകത്ത് നിൽക്കണമെങ്കിൽ. ഹല്ലേലൂയ. എങ്ങനെ ദൈവസന്നിധിയിൽ നമ്മൾ മാനുഷികമായി ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾ പറയും യാക്കോബ് ഞാനാണെന്ന് ചിന്തിക്കാം. ഞാൻ പറയും, കർത്താവേ ഏശാവിന്റെ മൈൻഡിനെ മാറ്റി വിടണേ, ലാബാനെ നീ ഒന്ന് സന്ദർശിക്കണേ എന്ന് പറയും. ഞാനാണെങ്കിൽ പറയും, യാക്കോബ് പറയാ, നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ല അത് ഞാൻ നിന്നെ വിടത്തില്ലെന്ന്. നമ്മൾ പലപ്പോഴും നമ്മൾ വിഷയങ്ങൾ വരുമ്പോഴേ നമ്മൾ ബുദ്ധിമണ്ഡലത്തിന് അതിനകത്ത് പ്രവർത്തിക്കും. നമ്മൾ പലതും ചിന്തിക്കും. ഇനി നമ്മുടെ ഒരു അയൽവാസിയാകട്ടെ അല്ലെങ്കിൽ ഒരു കൂട്ടുകാരനാകട്ടെ, നമ്മൾക്ക് എന്തെങ്കിലും നമ്മൾ അപമാനം പറഞ്ഞു, നമ്മൾ എന്തെങ്കിലും വിഷയം പറഞ്ഞ് ആ സ്പോട്ടിൽ നമ്മൾ മുഴങ്കാൽ മടക്കി, കർത്താവേ നീ അവനൊന്ന് തൊടണേ കർത്താവേ, അല്ലേ പറയും. ഞാൻ ചെയ്യാത്ത കാര്യം പറയുന്നേ, കർത്താവേ ഞാൻ ചെയ്തിട്ടില്ല, അതാ പറയുന്നേ. ഞാൻ ചിന്തിച്ചു പോവും. പക്ഷേ അതിനകത്ത് നല്ല മാതൃക യാക്കോബ് കാണിക്കുക, നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ല അത് ഞാൻ വിടത്തില്ലെന്ന്. ഹല്ലേലൂയ. അതുപോലെ കർത്താവിന്റെ സന്നിധിയില് നല്ല സന്തോഷത്തോടെ പറയാൻ പലപ്പോഴും ഇടയായി, കർത്താവേ ഇതിനകത്ത് എനിക്ക് നിൽക്കാനൊരു കൃപ മതി. എന്നെ അറിയുന്ന ദൈവമാ, എന്റെ പുറമേ ഉള്ളത് മനുഷ്യനറിയാം, പക്ഷെ എന്നെ നല്ലതുപോലെ അറിയുന്ന അപ്പൻ, എന്നെ വിളിച്ച് വേർതിരിച്ചവൻ, പലപ്പോഴും ജീവിതത്തിനകത്ത് എന്നെ വെട്ടിക്കളയേണ്ട സ്ഥാനത്ത് ഒരു പ്രാവശ്യം കൂടെ യേശു ശിഷ്യന്മാര് കടന്നു വരുന്ന സമയത്ത് അത്തിയെ നോക്കിയപ്പോ അത്തി ഫലം കണ്ടില്ല. പക്ഷെ ഫലം കായ്ക്കുന്ന സമയമല്ല, വർഷമല്ല, ഒരു സീസൺ ഉണ്ട്. പക്ഷെ യേശു നോക്കിയപ്പോ അത് ഫലം കണ്ടില്ല. ഒരു നിമിഷം കൊണ്ട് അതിനെ ഉണക്കി കളഞ്ഞു. ഹല്ലേലൂയ. എന്നെ വെട്ടിക്കളയേണ്ട സ്ഥാനത്ത് ഒരു പ്രാവശ്യം കൂടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞ് ഈ സമയം വരെ അപ്പൻ നിർത്തി, നിന്നതല്ല, നിർത്തി. അങ്ങനെ അതിനകത്ത് സമയത്തിന് ഇല്ല സമയമുണ്ട് സിസ്റ്ററിന് പറയാം. ഞാൻ ചോദിക്കുവാണ്, അപ്പൊ 7 വർഷം അവിടെ നിന്നത് ആരുടെ വീട്ടിലാണ്? ജീവിതാനുഭവം പറഞ്ഞിട്ട് അങ്ങനെ ഒരു 7 വർഷം നിന്നത് എറണാകുളത്ത്.
7 വർഷം നിന്ന് ശുശ്രൂഷയ്ക്ക് ഉണ്ടായിരുന്നു. പക്ഷെ വാടകയ്ക്കായിരുന്നു. വാടക കൊടുക്ക ഒരു നിവൃത്തിയില്ല, ഒരു സ്പോൺസറും ഇല്ല. കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. മോള് ഇപ്പൊ +2 കഴിഞ്ഞിരിക്കുന്നു. മോൻ +1 ആയി പോന്നു മോന്. അപ്പൊ 9 വയസ്സിൽ അവിടെ ചെന്നതാ. പക്ഷെ ഞങ്ങള് പപ്പ മരിച്ചിട്ട് ഞങ്ങൾ ഫസ്റ്റില് താമസിച്ചൊരു വീടെന്ന് പറഞ്ഞ ഒരു എരുത്തിലാ, പശുന്തൊഴുത്ത് അറിയത്തില്ലേ, എരുത്തിലിനകത്ത് നേരെ ചുവർ കിടക്കാൻ പോലും പറ്റത്തില്ല. ഒരു നല്ല ആഹാരം വെച്ച് കൊടുക്കാൻ കൊതിച്ചിട്ടുണ്ട്. ഈ റേഷനരിയൊക്കെ പശുവിന് കഞ്ഞി വെച്ച് കൊടുക്കാൻ ഞങ്ങളുടെ ഓണർ കൊണ്ടുവരുന്ന ആ അരിക്കകത്ത് നിന്ന് ഞാൻ എടുത്ത് പുഴുവും കട്ടയൊക്കെ ഉള്ള അരിക്കകത്ത് നിന്നിട്ട് അപ്പൊ കഴുകുമ്പോ എന്റെ മോള് കാണും. മോളോട് ഞാൻ പറയും, മോനോട് പറയണ്ട, സ്വോത്രം പറഞ്ഞു കഴിക്കാം. ഈ മലയാട്ടി ഉണ്ടല്ലോ, അട്ടയുടെ തോടൊക്കെ ആ ചോറിനകത്ത് അരിക്കകത്ത് കിടന്ന് കഴുകിയ പോകത്തില്ല. പക്ഷെ അത് വെച്ച് കൊടുക്കുമ്പോൾ സ്തോത്രം പറഞ്ഞ് കഴിക്കാൻ. സിസ്റ്റർ പശുക്കളെ നോക്കുന്നു, അങ്ങനത്തെ ജോലിയായിരുന്നു. എന്തുവായിരുന്നു ജോലി അവിടെ? ഇല്ല, 7 വർഷം ശുശ്രൂഷയായിരുന്നു. കർത്താവിന്റെ വേലയായിരുന്നു. പിന്നെ അവരുടെ വേലയ്ക്ക് പോകുന്നു. എരുത്തില്ലാന്നോ താമസിച്ചേ? പശുത്തൊഴുത്തില് വേറെ വീട് കിട്ടാനില്ലായിരുന്നു. പിന്നെ വാടക കൊടുക്കാൻ നിവൃത്തിയില്ല. അവര് ഈ ഓണർ ചെറിയൊരു എരുത്തില് ചെറിയ റൂം പോലെ ഉണ്ടാക്കി അതിനകത്താ. പക്ഷെ തറയൊന്നും ശരിക്കും ഇട്ടിട്ടില്ല. ആ കല്ല് പോലെ തന്നെ മുഴച്ച് കിടക്കണം. നമ്മള് ചെരിഞ്ഞ് കിടക്കണം. കട്ടിലൊക്കെ ആകുമ്പോ ചെരിഞ്ഞ് വെച്ചിരിക്കണം. അങ്ങനെയാ അവിടെ കർത്താവ് നിർത്തി. അത് കഴിഞ്ഞ് ഞാൻ കർത്താവ് പലയിടത്തും താമസിക്കുമ്പോ വാടക കൊടുക്കാനില്ലാതെ അവരുടെ പ്രയാസങ്ങള്. പക്ഷെ അവിടെയൊക്കെ ദൈവസനയില് ചിലപ്പോ ഈ രാത്രി വരെ, ഇന്നായിരിക്കും കൊടുക്കണം, രാത്രി വരെ ഇല്ല. പക്ഷെ ഞാൻ മക്കളോട് പറയും, പ്രാർത്ഥിര്, മുഴങ്ങൽ മടക്കും. അന്ന് രാത്രിയിൽ ഏലിയാവിനെ പോഷിപ്പിച്ചതുപോലെ ഒരു ഏലിയാവിനെ തട്ടി ഉണർത്തിട്ട് സരാഫത്തിലേക്ക് ചെല്ലാൻ പറയുക. അവിടെ വിറകും പിറക്കി അടയും ചുട്ട് മരിപ്പാനിരിക്കുക. ആ ഏലിയാവ് പറയാ, ഒരു ഗ്ലാസ് വെള്ളം എടുക്കാൻ. അത് കഴിഞ്ഞിട്ട് പറയും, ഒരു അടയും കൂടി എടുത്തോ. ഹല്ലേലൂയ. എന്നാൽ അതുപോലെ ദൈവം ഞങ്ങളെ പോറ്റി. ഹല്ലേലൂയ. ഞാൻ ഞങ്ങൾ താമസിച്ച വീട്ടിലെ ഈ പശുത്തൊഴുത്തിൽ നിന്ന് വെള്ളം വീഴും. ഞാൻ പാത്രം കഴുകുന്ന സ്ഥലത്ത് അതിനകത്ത് ഈ ഓണറിന്റെ വീട്ടിലൊരു കല്ല് കിടന്നായിരുന്നു. ആ കല്ല് എടുത്തിട്ട് ഒരു ചാക്ക് വിരിച്ച് പാത്രം കഴുകുന്ന സമയത്ത് ഈ ഓണർ എന്റെ അടുത്ത് വന്ന് ഈ കല്ല് എടുത്തിട്ട് പറയാ, ഇത് പൈസ കൊടുത്ത് വാങ്ങിച്ചതാന്ന് പറഞ്ഞു. അങ്ങനെ എടുത്തു കൊണ്ടുപോയി. പക്ഷെ ഞാൻ പാത്രം അവിടെ കഴുകിയപ്പോ ഞാൻ അപ്പനോട് പറഞ്ഞു, യേശപ്പാ, ഈ മാസം കഴിയുന്ന മുൻപ് നല്ലൊരു ടൈലിട്ട വീട്ടിൽ എനിക്ക് കിടക്കണം. എങ്ങനെയാന്ന് എനിക്കറിയത്തില്ല. പക്ഷെ നല്ലൊരു ബാത്റൂം തരണം, നല്ലൊരു കിച്ചൺ എനിക്ക് തരണം. അവിടെ ഒരൊറ്റ കണ്ണുനീര്. അവരെ ഓണർ കണ്ടില്ല, ഓണറെ ശപിക്കാൻ പോയില്ല, ഒന്നും പറഞ്ഞില്ല. പക്ഷെ ആ ഒരു മാസം കഴിയും മുൻപ് തന്നെ ദൈവം ഞങ്ങളുടെ ഭവനത്തിൽ ഒരു ഏലിയാവൻ അയച്ച് ഞങ്ങൾ താമസിക്കുന്ന കണ്ട് മനോഹരമായൊരു ഭവനത്തിലേക്ക് ഞങ്ങളെ ദൈവം അവരെ കൊണ്ടുപോകാനിടയായി. അവിടെ ഞങ്ങൾക്ക് നല്ല ഒരു വീട്, അതായത് ഞങ്ങൾക്ക് ജീവിതത്തിൽ ഞങ്ങൾ ആദ്യമായിട്ട് ടൈലിട്ട വീട് വാടകയ്ക്കാണ് കയറിയത്. നല്ലൊരു ടൈലിട്ട വീട്, നല്ല സൗകര്യമുള്ള വീട്. അങ്ങനെ ഒത്തിരി കടന്നുപോയി. ഒത്തിരി പേര് സഹായിച്ചവര്, ഹെൽപ്പ് ചെയ്തവരൊക്കെ ഞങ്ങൾ ഇന്നത് ചെയ്തു, അത് ചെയ്തു. പക്ഷെ ഞാൻ ദൈവസന്നിധിയിൽ കർത്താവിനോട് ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്, അർഹതയില്ലാത്തൊരു മോതിരം എനിക്ക് വേണ്ട. ഒരുവനെ അയച്ചാൽ അവിടെ വിടുതലാ, ഒരുവൻ വന്നാൽ വിടുതലാ. എനിക്ക് കർത്താവ് അയക്കാത്ത ഒന്നും എന്റെ ഭവനത്തിൽ വരണ്ട, എന്റെ കയ്യിലും വേണ്ട. ദൈവം അയച്ചിട്ട് വന്നാൽ മതി. ഞാൻ അന്നും ഇന്നും പറയുന്നൊരു കാര്യ. പക്ഷെ പലരും പലതും ചെയ്തിട്ട് ഇന്നത് ചെയ്തു എന്ന്, ബ്ലസ്സിക്ക് ഇന്നത് ചെയ്തു എന്ന് പറഞ്ഞ് എന്നെ വേദനിപ്പിച്ച അനുഭവങ്ങളൊക്കെ ഉണ്ട്. അവിടെയൊക്കെ ദൈവസന്നിധിയില് ഞാൻ കർത്താവിനോട് പറഞ്ഞ, കർത്താവെ, പാട്ട് പാടുന്നുണ്ട്, വായ്പ വാങ്ങാനിടയിൽ, പക്ഷെ പലപ്പോഴും വാങ്ങി പോകുന്ന അനുഭവങ്ങളുണ്ട്. പക്ഷെ കൊടുക്കാൻ ആഗ്രഹം, ദൈവം തരണം. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച 7,000 രൂപയ്ക്ക് വാടക വന്നു. അവിടെ കഴിഞ്ഞ വർഷം ഞാൻ ചുരുക്കി പറയുക, എന്റെ മോളുടെ പഠിത്തം ഗവൺമെന്റ് സ്കൂളിലാണ് പഠിച്ചത്. ഫീസൊന്നും അടയ്ക്കണ്ട. ഇത്രയും നാൾ അവിടെ തന്നെ പഠിച്ചത്. പക്ഷെ അവർക്ക് സ്കൂളിൽ ഓരോ കാര്യങ്ങളുണ്ട്. അതിന് പോലും ദൈവസലിക്കറിയും, ദൈവം തക്ക സമയത്ത് ഏലിയാവൻ അയക്കും. ശൂന്യമാകും പടക്, ഭരണി അലിയാവുമ്പോഴേക്കും ആ സമയത്ത് ഏലിയാവൻ അയക്കും. ഓരോ നിമിഷം ഞാൻ കർത്താവിനോട് പറയാം, കർത്താവേ, ഇന്ന് ഈ ഞായറാഴ്ച ഞാൻ ആരാധനയ്ക്ക് പോകണമെങ്കിൽ അടുത്ത ഞായറാഴ്ച ഒരു സാക്ഷ്യം പറയാൻ എന്റെ ജീവിതത്തില് നീ അത്ഭുതം ചെയ്യണം. ഞാൻ IPC ചർച്ചിലായിരുന്നു, വാളക സെന്ററിന്റെ ചർച്ചിലാ, വാളക സെന്റർ. അതിനകത്ത് ഞങ്ങളുടെ പാസ്റ്റർ പേര് പോൾന. ഹല്ലേലൂയ. ഞങ്ങള് പഴന്തോട്ടത്തായിരുന്നു ചർച്ച്, വടവുകോട് ചർച്ചായിരുന്നു. പഴന്തോട്ടത്ത് വന്നു, ഞങ്ങൾ പഴന്തോട്ടത്തായിരുന്നു താമസിച്ചത്. അവിടെ ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, എനിക്ക് ഓരോ നിമിഷം, ഞങ്ങൾ ലാസ്റ്റ് ഞങ്ങളുടെ പാസ്റ്റർ പറഞ്ഞു, NE+ ഞാൻ ഈ സാക്ഷ്യം പറയണ്ടെന്ന് പറഞ്ഞു.
കാരണം ഇതെല്ലാം പക്ഷെ ഞാൻ അവരോട് ചോദിക്കുന്നത്, അപ്പാ ദൈവം ചെയ്ത അത്ഭുതങ്ങളെ സാക്ഷ്യം മൂടി വയ്ക്കാനല്ല. എനിക്കൊരു പെൻസിൽ കിട്ടിയ ഞാൻ സാക്ഷ്യം പറയും, എനിക്കൊരു മുട്ടുസൂചി കിട്ടിയ ഞാൻ സാക്ഷ്യം പറയും. കാരണം ഇതിനൊന്നും യോഗ്യതയില്ലാത്ത സ്ഥാനത്ത് എന്റെ അപ്പന്റെ വചനം പിടിക്കുവാൻ, ഈ വചനം എനിക്ക് എടുക്കുവാൻ ദൈവം തന്ന ആ ദൈവത്തെ ഓർത്താൽ എത്ര സ്തുതിച്ചാൽ മതി വരത്തില്ല. അപ്പൊ എന്തിനാ അപ്പാന്ന് ചോദിക്കാൻ ഈ സമയം വരെ ദൈവം അനുവദിച്ചിട്ടില്ല. എന്തുകൊണ്ട് എന്റെ ജീവിതത്തിൽ ഇങ്ങനെ വന്നു എന്ന് ചോദിക്കാൻ ഈ സമയത്ത് വന്നിട്ടില്ല. ദൈവം അറിയാതെ ഒന്നും സംഭവിക്കില്ല. തന്റെ ഏകജാതന പുത്രനെ യാഗം കഴിക്കാൻ കൊണ്ടുപോയി. ഹല്ലേലൂയ. നമുക്ക് വേണ്ടി യാഗവസ്തു യാഗം അർപ്പിച്ചു. പക്ഷെ അവസാനം പറയാ, കഴിയുമെങ്കിൽ പാനപാത്രം എന്നിൽ നിന്ന് എടുത്ത്, പക്ഷെ എങ്കിലും പിതാവ് മുഖം മറച്ചു എന്ന് പറയുന്നു. ഹല്ലേലൂയ. സ്വന്തം പുത്രനെ മാനവരാജിക്ക് വേണ്ടി അതേ ലോകത്തിൽ അയച്ചു, പക്ഷെ പിതാവ് മുഖം മറച്ചു. അപ്പൊ എത്രത്തോളം ദൈവം നമ്മളെ കരുതി. ആ ദൈവം എന്നെ വഴി നടത്തി. പക്ഷെ ഒരു ദിവസം ഞങ്ങൾ പന്തളത്ത് താമസിക്കുമ്പോ എനിക്ക് കൊട്ടാരക്കര ഒരു മീറ്റിംഗ് കിട്ടി. ആ മീറ്റിങ്ങിനകത്ത് പോകാനായിട്ട്, അപ്പൊ എന്റെ ഹസ്ബൻഡിന് വണ്ടിയുണ്ട്. അപ്പൊ എനിക്ക് ഒത്തിരി ലോങ് പോയിട്ട് എനിക്ക് അറിയില്ല, ബസ്സിൽ കയറിയല്ലെന്നും. അങ്ങനെ ഞാൻ എന്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, എന്നെ ഒന്ന് കൊണ്ടുവിടുവോ? അപ്പൊ ഒരു പാസ്സായത് കൊണ്ട് പറഞ്ഞു, അവിടെ ചെല്ലുമ്പോ എനിക്ക് ശുശ്രൂഷ തരേണ്ടി വരും, വിളിക്കാതെ നമ്മൾ ചെല്ലണം ശരിയല്ലോ. അപ്പൊ എന്നോട് പറഞ്ഞു, മോളെ വിളിച്ചു കൊടുത്ത് മോള് തന്നെ പോണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ കൊണ്ടാക്കി കൂടെ, പറ്റില്ല നീ കയറി പോണെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ കൊളനട ബസ് കയറാൻ നിന്നപ്പോ എന്റെ മനസ്സിൽ ഒത്തിരി വിഷമം വന്നു. ഞാൻ ഇങ്ങനെ ചോദിച്ചു, ദൈവമേ എന്നോട് സ്നേഹമില്ലേ? ഇങ്ങനെ ചോദിച്ചു പോകുന്ന സമയത്ത് മിത്രപുരം എത്തിയപ്പോഴ് എന്റെ ചെവിയില് ഒരു ശബ്ദം കേൾക്കുക, നിന്റെ വഴി യഹോവയെ പരമേൽപ്പിക്കുക, അവനിൽ തന്നെ ആശ്രയിക്കുക, അവനത് നിർവഹിക്കുമെന്ന്. പക്ഷെ എന്റെ ജീവിതത്തില് എന്നെ പഠിപ്പിക്കുകയായിരുന്നു എനിക്ക് മനസ്സിലായില്ല. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് വണ്ടിയിൽ പോകുമ്പോ എന്റെ ചെവിയിൽ പറയും, ഞാൻ നിന്റെ ഭർത്താവാണ്. ആ സമയത്തൊക്കെ എനിക്കായിരുന്നു സുഖമില്ലാതെയൊക്കെ, എന്റെ ശരീരത്തിൽ നീര് വരും, എന്റെ പെടലൊക്കെ തേഞ്ഞ്, അങ്ങനെ ഒത്തിരി വിഷമമുള്ളതുണ്ടായിരുന്നതാ. പക്ഷെ എനിക്കറിയില്ല. പക്ഷെ എന്നോട് ചെവിയിൽ വന്ന് പറയാ, ഞാൻ നിന്റെ ഭർത്താവാ. ഞാൻ അപ്പൊ ഇവരുടെ പപ്പോട് ചോദിക്കും, എന്താ പപ്പ ഇങ്ങനെ? അപ്പൊ എന്നോട് പറയും, ഇനി യേശപ്പച്ചൻ പറയുമ്പോ ഓക്കെ എന്ന് പറയാന്ന്. പക്ഷെ ആ പറഞ്ഞ ഒരു വചനം തന്ന എന്നെ ബലപ്പെടുത്തിയിട്ട് എന്നിൽ നിന്ന് ദൈവം എടുത്തു മാറ്റിയത്. എനിക്കൊരു അർഹതയില്ലാത്ത സ്ഥാനത്ത്, ഞാൻ എന്നെ തകർന്നു പോകേണ്ട സ്ഥാനത്ത് ദൈവം എന്നെ വലിച്ചെടുത്തതാ. അങ്ങനെ ഒരു ജീവിതം എനിക്ക് ഒരർഹതയില്ല. പലരുടെ മുൻപിൽ നോക്കാണ് നിന്നയാ, അപമാനമാ. പക്ഷെ എനിക്ക് നന്നായി അറിയാം എന്റെ ദൈവം അറിയാതെ ഒന്നും സംഭവിക്കില്ലെന്ന്. പക്ഷെ ആ ദൈവത്തിന്റെ സാന്നിധ്യം അന്ന് മുതലേ ദൈവം എന്നോട് ഒരേ വചനം എന്നോട് ഇടപെടാൻ തുടങ്ങി. ഓരോന്ന് ദൈവം സംസാരിക്കാൻ തുടങ്ങി. എനിക്ക് മറ്റുള്ളവരുടെ മുൻപിൽ എനിക്ക് സംസാരിക്കാൻ അറിയില്ല. ഒരു സ്കൂളിൽ ചെന്ന് എനിക്കറിയില്ല. എന്റെ കുഞ്ഞുങ്ങളെ രണ്ടുപേരും 1 വയസ്സിന് മുൻപ് കൊണ്ടിരുത്തി സ്കൂളില്. അങ്ങനെ എന്റെ മോൾക്ക് 10ാം ക്ലാസ് എഴുതാൻ വലിയ പാടായിരുന്നു. അങ്ങനെ ഞാൻ തൃശ്ശൂരാണ് എന്റെ വീട്, മോൾ അവിടെ ജനിച്ചത്. അങ്ങനെ എന്റെ സഹോദരനും എന്റെ മോളും പോയിട്ട് കോർപ്പറേഷനിൽ ചെന്നിട്ട് അവിടെ എന്തൊക്കെ ഫോം കൊടുക്കണം എന്ന് പറഞ്ഞു. കൂടെ ചെന്നു. അവര് പറഞ്ഞു, ഈ കുഞ്ഞിന് പരീക്ഷ എഴുതാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ എന്റെ സഹോദരൻ, അന്ന് കോവിഡിന്റെ സമയമായിരുന്നു. അങ്ങനെ വീട്ടിൽ വന്ന സമയത്ത് പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, നീ പോവാൻ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ദൈവമേ എന്റെ സഹോദരൻ പോയിട്ട് മടങ്ങി വന്നതല്ലേ, പിന്നെ ഞങ്ങൾ പോയി എന്റെ സഹോദരൻ എന്നെ പുറത്തൊന്നും വിടില്ല. വല്ല പാസ്റ്റർമാരോടൊക്കെ സംസാരിച്ചാലോ വെച്ചിട്ട്, വല്ലവരും കൊണ്ടുവന്നാലും വീട്ടിലേക്ക് കൊണ്ടുവന്നാലോ വെച്ചിട്ട് വിടത്തില്ല. അങ്ങനെ ഞാൻ എന്റെ മോളോട് പറഞ്ഞു, കള്ളം പറഞ്ഞു, മോളെ നമ്മള് ATM പോവാന്ന് പറഞ്ഞിട്ട് മാമനോട് പറഞ്ഞിട്ട് പോവാന്ന് പറഞ്ഞു. ഫയല് പോലും ഞങ്ങൾ എടുത്തില്ല. അന്ന് 4 മണി വരെയുള്ളൂ പഞ്ചായത്ത് കോർപ്പറേഷനൊക്കെ. ഈ ഭയങ്കര കോവിഡ് സമയാ. പക്ഷെ അവിടെ ചെന്നപ്പോ എന്നോട് തൃശ്ശൂർ ടൗണിൽ ഇറങ്ങിപ്പോ പരിശുദ്ധാത്മാവ് പറഞ്ഞു, നീ കോർപ്പറേഷനിലേക്ക് പോകാൻ പറഞ്ഞു. ഞാൻ അവിടെ ചെന്നിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു, എന്റെ മോൾക്ക് 10ാം ക്ലാസ് എഴുതണം, അതിന് ഞാൻ ഫോമിന് വന്നതാണ്, സർട്ടിഫിക്കറ്റിന് വന്ന. അപ്പൊ എടുത്തു വശം ഈ ആള് ഒരു മുസ്ലിംസ് ആയിരുന്നു. ഈ ആള് എന്നോട് പറഞ്ഞു, നിങ്ങളോടല്ല പറഞ്ഞത്, കഴിഞ്ഞ ആളെ വിട്ടില്ലേ, നടക്കത്തില്ല, 2015 ബ്ലോക്ക് ചെയ്ത സ്ഥാനം ഗവൺമെന്റ്, ഇനി അത് ശരിയാവത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഈ 2015 ബ്ലോക്ക് ചെയ്ത സ്ഥാനം ഞാൻ അവിടെ നിന്ന് എന്താ മോക്ക് എഴുതാനൊക്കാത്തെ? പ്രായം കുറവായുണ്ടോ? എന്തോ മോൾക്ക് പ്രായം കുറവായിരുന്നു. മോൾക്ക് 10ാം ക്ലാസ് എഴുതാന്. അപ്പൊ 16 വയസ്സ് വേണമായിരുന്നു. പക്ഷെ
അന്ന് 16 വയസ്സായില്ല അവൾക്ക്. 1 വർഷം മുൻപ് കൊണ്ടിരുത്തി. ഉം. അങ്ങനെ അന്ന് അപ്പൊ ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ കർത്താവിനോട് പറഞ്ഞു, അപ്പ എന്റെ കോടതി അങ്ങാ, എനിക്ക് ഈ ലോകത്തിൽ പറയാൻ എനിക്ക് ആരുമില്ല, എനിക്ക് പറഞ്ഞറിയിക്കാൻ അറിയില്ല, ഒരു ഇംഗ്ലീഷ് എനിക്കൊന്നും അറിയില്ല. പക്ഷെ ആ ഒരു നിമിഷം ഞാൻ അവിടെ മാറി നിന്ന് പ്രാർത്ഥിച്ചപ്പോ ആ സ്പോട്ടിൽ ഈ ശരിയാവത്തില്ലെന്ന് പറഞ്ഞ ആ സാറ് വിളിച്ചിട്ട് പറയും ഫയല് തരാൻ. ഞാൻ പറഞ്ഞു സാറേ ഞാൻ ഫയല് കൊടുന്നില്ല. പിന്നെ എന്തിനാ വന്നേ? നമ്മൾ സാറ് നടക്കില്ല. പക്ഷെ ഇപ്പോഴാണ് കമ്പ്യൂട്ടറിൽ ഒരു മെസ്സേജ് വന്നു, കർത്താവ് ആരാ, ചില രേഖകളെ തിരുത്തി കുറിച്ച ദൈവം, ദാനിയേലിന്റെ രേഖയെ കർത്താവിന്റെ ആ കല്ലറ ഇമ്പീരിയ മുദ്രയും വെച്ച് അടച്ചുറപ്പാക്കി ഇനി പുറത്തു വരത്തില്ലെന്ന് പറഞ്ഞ അകത്തിരുന്ന് അത്യന്ത ശക്തി, ആ പുനരുദ്ധാനത്തിന്റെ ശക്തി ആ കല്ലറയെ ഭേദിച്ചതുപോലെ എന്റെ കുഞ്ഞിന് വേണ്ടി ആ 2015 ബ്ലോക്ക് ചെയ്ത സ്ഥാനം ദൈവം അത് കൊണ്ടുവന്നു. അല്ല അപ്പൊ തന്നെ പോയി വീട്ടിൽ പോയി 4 മണിക്ക് ബ്ലോക്ക് ചെയ്യുന്ന സാധന വീട്ടിൽ പോയി എങ്ങനെ വന്നെന്ന് എനിക്കറിയില്ല. പക്ഷെ 10ാം ക്ലാസ് എഴുതി എന്റെ കുഞ്ഞ്. അത് കഴിഞ്ഞ് ഈ സമയത്ത് ഇപ്പൊ ഈ അടുത്ത് ഞങ്ങൾ അവിടെ 7 വർഷം ഞങ്ങള് എറണാകുളത്തുണ്ട്. അങ്ങനെ ആ 7 വർഷത്തിലെ ഒരു ദിവസം ഞാൻ ഇതേപോലെ കൊട്ടാരക്കര റീജ ബിജു എന്ന് പറഞ്ഞ ആന്റീനെ അറിയോ? യൂട്യൂബിലുള്ള ആ ആന്റി ഞങ്ങൾ വർഷങ്ങൾ പഴക്കമുള്ളതാ. ഞങ്ങൾക്ക് ഭയങ്കര കൈത്താങ്ങലായിരുന്നു. ഞങ്ങളെ പ്രയറിനും പ്രാർത്ഥന വിഷയങ്ങളൊക്കെ ഞങ്ങൾ ഒരുമിച്ചൊക്കെ പ്രാർത്ഥിച്ച അനുഭവങ്ങൾ പണ്ടത്തെ ഇപ്പോഴും ഉണ്ട്. അപ്പൊ അങ്ങനെ ഞാൻ കഴിഞ്ഞ വർഷം അല്ല ഈ വർഷത്തെ പ്രാരംഭത്തില് ഞാൻ അവിടെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ആ മീറ്റിങ്ങിൽ പോയപ്പോ അവിടെ നമ്മുടെ പവർ മിഷനിലെ ഷാജി എം പോൾ പാസ്റ്റർ അവിടെ വന്നിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ആ ദൈവദാസൻ അപ്പോ അതിന് തലേദിവസം എനിക്ക് വാടക കൊടുക്കാനില്ലാതെ ഞാൻ യേശപ്പനോട് ചോദിച്ചൊരു കാര്യം, അപ്പാ ഞാൻ എവിടെ പോകുന്നുണ്ടെങ്കിലും ഞാൻ പറയും കർത്താവേ നീ അയക്കാതെ എന്നെ അവിടെ വിടരുത്, നിന്റെ സാന്നിധ്യം എന്നോട് കൂടെ പോരുന്നില്ലെങ്കിൽ എന്നെ വിടരുത്, നിന്റെ ഹിതമാണ്, എനിക്ക് നിന്നെ ആരാധിക്കണം, അങ്ങനെയുള്ള സാഹചര്യം അങ്ങനെയുള്ള വീട് എനിക്ക് മതി എന്ന് പറഞ്ഞിട്ടേ പോവാറുള്ളൂ. അപ്പൊ ഞാൻ അപ്പനോട് പറഞ്ഞു, അപ്പാ അപ്പൻ അയച്ച വീടാ, എനിക്ക് വാടക കൊടുക്കാൻ എന്റെ കരുത്തിലില്ല, അപ്പന്റെ ഹിതം എന്താണോ എന്നെ വെളിപ്പെടുത്തണം. അങ്ങനെ കരഞ്ഞ് ഞാൻ പോകുന്ന സമയത്ത് അന്ന് ആ മീറ്റിങ്ങില് ഈ കർത്തദാസ് എന്നോട് പറയുക, ഒറ്റ ദൂത എന്നോട് പറഞ്ഞു, നീ കുഴിക്കാത്ത കിണറിൽ നീ കോരും, നീ കുടിക്കും, നീ വെക്കാത്ത ഭവനത്തിൽ നീ താമസിക്കും, അത് ഈ വിദൂരമല്ല, ഒരു ഫോൺ കോളിലൂടെ കടലും കടന്ന് ദൈവം നിനക്കുള്ള മറുപടി വെളിപ്പെടുത്താൻ പോവാന്ന്. ഞാൻ ആ വാക്തത്വം ഞാൻ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാനിടയായി. 3 ആഴ്ച കഴിഞ്ഞില്ല, ഞാൻ വീട്ടിൽ വന്നു, ഒരു ഫോൺ കോൾ എനിക്ക് വരുക. പക്ഷെ അതിന് മധ്യത്തിൽ നിന്നത് റീചാൻഡിയാ കേട്ടോ. റീചാൻഡിയോട് അത് വേറൊരാൾക്ക് കരുതിയതാ, പക്ഷെ റീചാൻഡിയുടെ നാവിൽ എന്റെ പേര് വന്നു പെട്ടതാ. അങ്ങനെ റീചാൻഡി അത് അങ്ങനെ മുഖേന എനിക്കൊരു ഫോൺ കോൾ വരാനുണ്ടായി. ഞങ്ങൾക്കിതൊന്നും അറിയില്ല, ഞാൻ പറഞ്ഞിട്ടുമില്ല, ഒരു ഇതും അറിയില്ല. പക്ഷെ അങ്ങനെ എനിക്ക് ഫോൺ കോൾ വന്നിട്ട് പറഞ്ഞു, സിസ്റ്ററെ, അപ്പൊ വേറൊരു സിസ്റ്ററെ വിളിച്ചേ, സിസ്റ്റർ അല്ല ഒരു ബ്രദർ, സിസ്റ്ററെ ഒരു വീട് തന്നാൽ എവിടെയാണെങ്കിലും പോവോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, മോശ പറഞ്ഞു നിന്റെ സാന്നിധ്യം എന്നോട് കൂടെ പോരുന്നില്ലെങ്കിൽ ഞാൻ അയക്കരുത്, നിന്റെ സാന്നിധ്യത്തിന്റെ കൂടെ പോരുകയാണെങ്കിൽ ഞാൻ പോവാം, ദൈവം ഉണ്ടെങ്കിൽ ഞാൻ പോവാം ദേവദാസനെ എന്ന് പറഞ്ഞു. എന്നാ ശരി സിസ്റ്റർ ഞങ്ങൾ പ്രാർത്ഥിക്കട്ടെ എന്ന് പറഞ്ഞു. ഞാനും പ്രാർത്ഥിക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ പ്രാർത്ഥിച്ചു. ഈ യാക്കോബിന് ലാബൻ പലതും പല വർഷങ്ങളും പല അനുഗ്രഹങ്ങളും മാറ്റിയതുപോലെ ഓരോന്നും പിന്നെ മൗനമായി, പിന്നെ ഒന്നുമില്ല, ഒരു വാക്ക് പോലില്ല. അങ്ങനെ ഒരു ദിവസം റീജാൻഡി എനിക്കൊരു മെസ്സേജ് വിടാ, ആന്റി ഇത് കൈവിട്ടു പോയി എന്നെ, ആന്റി പെട്ടെന്ന് ഒന്നും ആ ദേവദാസനെ വിളിക്കുക. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, നമുക്കുള്ളത് നമുക്ക് കിട്ടും, നമ്മൾ എന്തിനാ അവരെ എപ്പോഴും ചോദിക്കണേ. അപ്പൊ അങ്ങനെ പ്രാർത്ഥിച്ചിരുന്ന്, നമുക്കുള്ളതാണ് എനിക്ക് നല്ല ഉറപ്പുണ്ട്, എനിക്കുള്ളതാണെങ്കിൽ എനിക്ക് കിട്ടും, അത് ചോദിക്കണ്ട. അങ്ങനെ ഞാൻ അവിടെ ഇരുന്ന് ആ സമയത്ത് ഞാൻ വിളിച്ചില്ല, പെട്ടെന്ന് എനിക്ക് ഫോൺ കോൾ വരുക, എന്നെ വിളിച്ചു ദേവദാസൻ. അപ്പൊ പറയാ, എന്റെ സിസ്റ്ററെ അപ്പൊ ഇതിന്റെ പാസ്റ്റർ ഉണ്ട്, ഈ പാസ്റ്റർ വിചാരിച്ചു ഈ ദേവദാസൻ എന്നോട് സംസാരിച്ചു കാണുന്നു, ഈ ദേവദാസൻ വിചാരിച്ചു ഈ പാസ്റ്റർ എന്നോട് സംസാരിച്ചു കാണും. അങ്ങനെ ഇവർ രണ്ടുപേരും പെട്ടെന്ന് പറയാ, സിസ്റ്ററെ ഇന്നെടുത്ത് ഇന്ന് പവന് ഒരുങ്ങിയിട്ട ഒന്ന് പോയി കാണാൻ. ആ ഭവനം എവിടെയാന്നറിയോ? അടൂര് കടമനാട് എന്ന് പറയും, ഏഴാമയില്. അവിടെ 5 സെന്റ് സ്ഥലവും 13 ലക്ഷത്തിന്റെ വീട്. 1 സെന്റിനകത്ത് പോയി നിൽക്കാൻ കഴിയില്ല എനിക്ക്.
അന്ന് ഞങ്ങള് കിഴക്കമ്പലത്ത് വെച്ച്, ഞാൻ ഈ വാടകയുടെ കാര്യം പറഞ്ഞ്, ഞാനൊരു സ്ഥലത്ത് യാത്ര ചെയ്യുന്ന സമയത്ത് ഒത്തിരി ഭൂമികൾ കിടക്കുക. എനിക്ക് ഈ ദേവദാസൻ ദൂത് പറയണതിന് മുൻപാ. അങ്ങനെ ഞാൻ ഒത്തിരി യാത്ര ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ സ്ഥലവും വീടും കണ്ടപ്പോ എന്റെ ഉള്ളിലോട്ട് എനിക്ക് പെട്ടെന്നൊരു വിഷമം വന്നു. അപ്പാ ഒത്തിരി സ്ഥലങ്ങൾ വെറുതെ കിടക്കുക, ഒത്തിരി വീടുകൾ പാർപ്പില്ലാണ്ട് കിടക്കുക. ഇങ്ങനെ പറഞ്ഞ സമയത്ത് എന്റെ ചെവിയിലേക്ക് വന്നു, ഭൂമിയും അതിന്റെ പൂർണ്ണതയും നിവാസികളും യഹോവയ്ക്കുള്ളതെന്ന്. ആ സമയത്ത് എന്റെ ഫാദർ എവിടെ പോയെന്ന് അറിയില്ല. അത് കഴിഞ്ഞിട്ട് ഈ ദൂത് എന്നെ ഉറപ്പിച്ചത്. അങ്ങനെ ആ വീട് വന്ന് ഞാൻ കണ്ടു. ആദ്യം കണ്ട വീടല്ല, രണ്ടാമത് കണ്ട വീടല്ല, മൂന്നാമതൊരു വീട്, അതും 7ാമത്തെ വീട്, അതും പൂർണ്ണതയിലേക്ക് ദൈവം കൊണ്ടുവന്ന്. ഞാൻ സമയം എവിടെ അറിയില്ല, പക്ഷെ അവിടെയെല്ലാം ദൈവം എന്നെ നടത്തി. ഒരു റീചാൻഡി മൂലം എനിക്ക് വേണ്ടി ആ ദൈവദാസിയുടെ വേറൊരു വ്യക്തിയുടെ പേര് പറയാൻ സ്ഥാനത്ത് ആ നാവിന്മേൽ എന്റെ പേര് വന്ന് അതിനിമിത്തം ദൈവം അബുദാബിയിലൂടെ ചർച്ചിൽ നിന്ന് എനിക്ക് ഒരു വീട്, ഇനി വീട് മാത്രമല്ല, എനിക്ക് നല്ലൊരു വീട്ടു സാധനങ്ങളില്ല, ഉണ്ടായിരുന്നൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്തതിന് കാരണം ഒത്തിരി വേദന വന്നപ്പോ എന്റെ ചെവിയിൽ കേട്ടപ്പോ ഞാനിതെല്ലാം നല്ല മനസ്സോടെ ഞാൻ എല്ലാം ചപ്പെന്നും ചവറെന്നും എണ്ണി. അങ്ങനെ ഞാൻ ഈ വീട്ടിൽ വരുന്ന മുൻപേ എന്റെ മോള് പറഞ്ഞമ്മ, നമുക്കൊരു സെറ്റ് ചെയ്യില്ല, ഒരു കാര്യം ചെയ്യാം, സോഫ സെറ്റ് നമ്മൾക്ക് EMI നോക്കിയിട്ട്, അപ്പോ വരുന്നതിന്റെ തലേദിവസമാണെന്ന് ഓർക്കണം, EMI നോക്കിയിട്ട് നമുക്ക് ലോൺ അടച്ചു കിട്ടാം, നല്ല സെറ്റ്. അപ്പൊ ഞങ്ങൾ ഒത്തിരി സെറ്റുകൾ നോക്കാം, സോഫ സെറ്റ് നോക്കാം. ഈ നോക്കിക്കൊണ്ടിരിക്കുമ്പോ എനിക്കൊരു ഫോൺ വരുക. ആ ഫോണിൽ എന്റെ വാട്സപ്പിലുണ്ട് ഈ ഫോട്ടോ നോക്കാൻ പറഞ്ഞു. ഞങ്ങൾ ഫോട്ടോ നോക്കിയപ്പോ ഞങ്ങൾക്ക് ഈ തന്ന വീടിനകത്ത് 50,000 രൂപയുടെ സോഫ സെറ്റ് കിടക്കുക. ഒരു ഫാമിലി ഞങ്ങൾക്ക് തന്ന്, ഞങ്ങൾക്ക് വേണ്ടി സോഫ സെറ്റ്. ആ സോഫ സെറ്റ് ആയി. അത് കഴിഞ്ഞ് ഞങ്ങള് വീട്ടിൽ നല്ല ഒത്തിരി ദൈവദാസന്മാരുടെ കൈ കീഴിൽ ഞങ്ങളെ പ്രാർത്ഥിക്കുവാനും ഞങ്ങൾക്ക് താക്കോല് തരുവാനും അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ അതിന്റെ കയറ് താമസം പ്രാർത്ഥനയും ഞങ്ങൾക്ക് അനുവദിച്ചു. നമ്മൾ സ്വന്തമായി ഉണ്ടാക്കുകയാണെങ്കിൽ അത്രയൊന്നും ആകില്ല, അതിനാവില്ല, ഇത്രയായിട്ടായിട്ടില്ല. പക്ഷെ ദൈവം ഒരുക്കിയത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരുവിന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല. മക്കളെങ്കിൽ അവകാശികള്, അപ്പന്റെ അവകാശം. ഞാൻ എപ്പോഴും പറയാം, അപ്പന്റെ അവകാശം മക്കൾക്കുള്ളതാ, നിന്റെ അവകാശം എനിക്കുള്ളതാ. ഞാൻ നിന്റെ മകളാ. എനിക്ക് വേറൊരു ലോകത്തിലൊരു അപ്പനില്ല, ഒരു അമ്മയില്ല, ഒരു സഹോദരന് ഉണ്ടെന്ന് പറയാനേ ഉള്ളൂ. എനിക്കൊരു ഹസ്ബൻഡ് ഇല്ല, എല്ലാം എന്റേതാ. ആ സ്നേഹം നിനക്കാ. ആ സ്നേഹത്തിന് വേണ്ടി ദൈവം എന്നെ നിർത്തി. അങ്ങനെ ഞാൻ വീട്ടിൽ, ഞങ്ങൾ അവിടെ താമസമായത് പോരാ, ഞങ്ങൾക്ക് നല്ലൊരു അലമാരിയില്ല, നല്ലൊരു ഭക്ഷണം കഴിക്കാൻ ഒരു മേശയില്ല. താഴെ ഇരിക്കാം ആഗ്രഹമൊന്നുമില്ല, പക്ഷെ ഹൃദയത്തിൽ മക്കള് ആഗ്രഹിക്കുന്ന. അങ്ങനെ ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കുന്നേ. അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോ ഒരു ദൈവദാസൻ വിളിച്ച് പറഞ്ഞു, ആന്റി വീട്ടിലേക്ക് എന്തെല്ലാം വേണം? ഞാൻ പറഞ്ഞു ഒന്നും വേണ്ട, പറയാ ആന്റിന്ന് പറഞ്ഞു. പിന്നെ നിർബന്ധമായിട്ട് അവര് തന്നെ കടയെ കൊണ്ടുപോയിട്ട് നല്ലൊരു മേശ, ഊണുമേശയും 4 കസേരയും ദൈവം തന്നു. അത് കഴിഞ്ഞ് 10-28,000 രൂപയുടെ നല്ലൊരു അലമാരി. ഇതൊന്നും എൻ്റെ അല്ല, ഇതെല്ലാം ദാനമാ. ഞങ്ങളെ ദൈവം ചെയ്ത അത്ഭുതങ്ങളാ. കാരണം അവൻ ആർക്കും കടക്കാരനല്ല. നമ്മളെ വിളിച്ച് വഴിയിലിട്ടച്ച് പോകുന്ന ദൈവമല്ല. പെറ്റ തള്ള കുഞ്ഞിനെ മറക്കുന്ന സമയങ്ങളാ, മറന്നു പോകുന്ന, തൊട്ടിയിലകത്ത് ചപ്പിനകത്ത് ഇട്ടു പോകുന്ന മാതാപിതാക്കളുണ്ട്. പക്ഷെ അവരെക്കാട്ടുപരി നമ്മളെ കൈവിടാത്ത നമ്മുടെ അപ്പൻ, വിളിച്ചവൻ, വിശ്വസ്തനെന്ന് എന്റെ ജീവിതത്തിനകത്ത് ദൈവം ഓരോ പടിയും ദൈവം കാണിച്ചു. അത് കഴിഞ്ഞ് പരുത്തിപ്പാറ സ്കൂളിനകത്ത്, ആദ്യത്തെ സ്കൂളിൽ എന്റെ മോനെ കൊണ്ട് ചേർത്തി. അവിടെ അവൻ ഈ ജ്വാലകത്തിന് പുറത്തായിരുന്നു. അഡ്മിഷൻ കിട്ടി, പുനരൂര് കിട്ടിയ, പക്ഷെ പോവാൻ കഴിഞ്ഞില്ല, ഒത്തിരി ദൂരായിരുന്നു. അങ്ങനെ അവന് വേറൊരു അഡ്മിഷൻ കിട്ടി. അവിടെ ചെന്നപ്പോ കൂട്ടുകാരുടെ ഇടയിൽ നിന്ന് അവൻ നിൽക്കാൻ പറ്റാണ്ട് അവൻ ഒത്തിരി ഭാരപ്പെട്ടു. പക്ഷെ പിന്നെയും
ഞങ്ങൾ പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് അങ്ങനെ ഒരു സമയത്ത് അവന് വേണ്ടി വേറൊരു സ്കൂളിൽ, പരുത്തിപ്പാറ സ്കൂളിനകത്ത് ഒരു അഡ്മിഷൻ ഉണ്ടെന്ന് പറഞ്ഞു. ആ അഡ്മിഷന് വേണ്ടി ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോ ഞങ്ങള് പോയപ്പോ പറഞ്ഞിങ്ങനെ, അവര് പറഞ്ഞു ഇവിടെ സീറ്റ് ഉണ്ട്, പക്ഷെ ഈ വർഷം മോനെ പഠിപ്പിക്കാൻ പറ്റില്ല. കാരണം ജ്വാലകത്തിന് പുറത്താ അവന് അഡ്മിഷൻ കിട്ടിയിട്ട് അവൻ പോയില്ലല്ലോ. ഇനി നിങ്ങൾ തിരുവനന്തപുരത്ത് പോ, അത് ഇപ്പൊ പഠിപ്പിക്കാൻ പറ്റില്ല എന്ന്. പക്ഷെ അന്ന് സ്കൂളിൽ പോയപ്പോ അന്ന് എന്റെ ഹൃദയത്തിൽ പരിശുദ്ധാത്മ വെളിപ്പെടുത്തി നാളെ തന്നെ തിരുവനന്തപുരത്ത് പോവാൻ. അപ്പൊ എന്നോട് കൂടെ വന്നൊരു ദേവദാസനുണ്ട്, അവരുടെ കാറിൽ ഞങ്ങളെ കൊണ്ടുപോയത്. ആ ദേവദാസൻ എന്നോട് പറഞ്ഞു, ആന്റി നാളെ തന്നെ നമുക്ക് പോവാന്ന്. അങ്ങനെ ഞങ്ങള് ടീച്ചറോട് പറഞ്ഞു, ടീച്ചർ ഇവിടെ അഡ്മിഷൻ ഉണ്ടെന്നുള്ള ഒരു ഫോം ഞങ്ങൾക്ക് തരണം എന്ന് പറഞ്ഞു. ഞങ്ങൾ അന്ന് രാവിലെ തന്നെ, പിറ്റേ ദിവസം രാവിലെ തന്നെ ഞങ്ങൾ തിരുവനന്തപുരത്ത് പോയി. അവിടെ പൂജപ്പുരയിലേക്ക് പോകണം. അവിടെ ചെന്ന് വിദ്യാഭ്യാസ മന്ത്രിനെ കണ്ട് ആ മന്ത്രിയും പറഞ്ഞു ശരിയാവത്തില്ല, അടുത്ത വർഷം. പക്ഷെ അന്ന് 4 മണി വരെയും ഈ ഗവൺമെന്റിന്റെ ഈ ജാലകത്തിന് പുറത്തുള്ള കുഞ്ഞുങ്ങൾക്ക് അഡ്മിഷൻ കൊടുക്കണമെന്ന് അന്ന് 4 മണി വരെ വന്നിട്ടില്ല. 2 മണി വരെ വന്നിട്ടില്ല. പക്ഷെ ആ സ്പോട്ടിലെ ഒരു മെസ്സേജ് അവർക്ക് വരുവാ, 2:30ക്കും 4 മണിക്കിടയില് അഡ്മിഷൻ കിട്ടാത്ത കുഞ്ഞുങ്ങൾക്ക് അഡ്മിഷൻ കൊടുക്കണമെന്ന്. അത് 4 മണിക്ക് ക്ലോസ് ആക്കും. ഞങ്ങൾ എവിടെ നിൽക്കണോ? തിരുവനന്തപുരത്ത് 2:30ക്ക് നിൽക്കുക. പക്ഷെ പെട്ടെന്ന് അടൂരിനോട്ട് വന്നു. ഇവിടെ വന്നപ്പോ 4 മണി 3:30 കഴിയാറായി. പക്ഷെ ഇവിടെ വന്നപ്പോ ഓഫീസ് റൂമിൽ കരണ്ടും പോയി. ആ ടീച്ചേഴ്സ് പറഞ്ഞു, ദൈവമേ ഞങ്ങള് നിങ്ങളോട് പറഞ്ഞതല്ലേ, പോണ്ടെന്ന് പറഞ്ഞതല്ലേ, നിങ്ങൾ പോയി, വെറുതെ പൈസ പോയില്ലെന്ന്. അവരുടെ മനസ്സിൽ വിഷമം, നമ്മുടെ കാര്യം അറിയാം, അപ്പനില്ലാത്ത മക്കളാ, അതൊക്കെ അറിയാം. അങ്ങനെ അവർക്ക് വിഷമായി. പക്ഷെ ഈ ടീച്ചർ അപ്പോഴും കറണ്ട് വന്നു. ടീച്ചർ ഇതിനെടുത്ത് നോക്കിയപ്പോ എന്റെ മോന്റെ പേര് വരലും അത് അപ്പൊ തന്നെ ക്ലോസ് ആവുന്നു. അവന് അവിടെ അഡ്മിഷൻ കിട്ടി. നല്ലൊരു സ്കൂളില്, അനുഗ്രഹിക്കപ്പെട്ട സ്കൂളില്. ദൈവം അത് ശത്രു വെച്ച രേഖയെ തിരുത്തി കുറിച്ച്. കാരണം എന്താണെന്നറിയോ? പ്രതികാര യഹോവയ്ക്കുള്ളത് അല്ലെ, മിണ്ടാതിരുന്ന് ദൈവം വന്നറിഞ്ഞുകൊള്ളുക. അവിടെയും നമ്മള് നമ്മുടേതായ ബുദ്ധിയില് പോയില്ല, ദൈവസ്ഥനെ ഏൽപ്പിച്ചു കൊടുത്തു. കർത്താവെ നീ പ്രവർത്തിക്കണം. അങ്ങനെ എന്റെ മോന് അവിടെ അഡ്മിഷൻ കിട്ടി. ഞങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭവനം ദൈവം ഞങ്ങൾക്ക് തന്നു. അവിടെ ഞങ്ങൾ താമസിക്കുന്നു. ഈ സമയം മോളും മോനും ഇപ്പോ സ്നാനപ്പെട്ടിട്ട് 5 വർഷം കഴിഞ്ഞു. അഭിഷേകം പ്രാപിച്ച കുഞ്ഞുങ്ങളാണ്. എങ്കിലും ഇപ്പൊ ഇച്ചിരി നമ്മൾ പറയണല്ലോ, നമ്മളിപ്പോ കുരുത്തി പറയുന്നൊന്നുമില്ല, ഇപ്പൊ ഇച്ചിരി ദിവസം ഇന്ന് എങ്കിലും അവര് കുഴപ്പമില്ലാതെ, അവർക്ക് ഏത് സാഹചര്യത്തിലും അവര് മുൻപോട്ട് പോയ ഒരു വാശിയും ഇല്ല. ഇത് വേണം, ഇന്നത് വേണം എന്നുള്ളൊരു വാശിയില്ല. എല്ലാ സാഹചര്യത്തിലും അവര് എന്നോട് കൂടെ ദൈവത്തെ സേവിക്കാൻ ദൈവം തന്നു. ഈ സമയം വരെ യേശപ്പച്ചനല്ലാതെ ഞങ്ങൾക്ക് വേറെ ഒരു സ്പോൺസറും ഇല്ല. പല സ്പോൺസേഴ്സും നമ്മളെ സ്പോൺസർ ചെയ്തിട്ട് നമ്മളെ ഇങ്ങോട്ട് വലം കൈ കൊടുക്കുന്ന ഇടങ്കൈ എറിയിരുന്ന ദൈവത്തിന്റെ വചനമുണ്ട്. പക്ഷെ ഇന്ന് ലോകത്തിൽ അവർക്ക് പ്രശംസ മാത്രം മതി. അതുകൊണ്ട് കർത്താവിനോട് പറഞ്ഞപ്പാ നീ തരാത്തതൊന്നും വേണ്ട. ഇനിയിപ്പോ എനിക്ക് കർത്താവിന്റെ വേലയാ, പക്ഷെ ഇപ്പൊ ഞാൻ അനുഭവിക്കുന്നു പറഞ്ഞാ അതിനകത്ത് പോവാൻ കഴിയാതെ എന്നെ എന്താ പറയാ, പലപ്പോഴും വേദനിപ്പിക്കുന്ന വാക്കുകള്. എനിക്ക് ഈ വേലയ്ക്ക് പോവാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല. പക്ഷെ അതിനെതിരെ വരുന്ന ചില അഭിഷിക്തന്മാരാണെങ്കിലും സഭയാണെങ്കിലും നമുക്കെതിരെ വരുന്ന ഒരു വിഷയം ഇപ്പൊ എന്റെ ജീവിതത്തിൽ വന്നുകൊണ്ട് ഞാൻ ഒത്തിരി വേദനയിൽ ഇരിക്കുന്നു. പക്ഷെ ഞാൻ ദൈവത്തോട് പറഞ്ഞ, കർത്താവ് അയച്ചാല് ദൈവം അയച്ചാൽ മതി. എനിക്ക് വയറ് നിറയാനോ പോക്കറ്റ് വീർപ്പിക്കാനോ ഒന്നുമല്ല. ദൈവം തന്ന ശുശ്രൂഷ എന്റെ പ്രാണം പോവോളം, ദൈവം വിളിക്കുന്ന സമയം വരെ എനിക്ക് കർത്താവിന്റെ വേല ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. കൂടി വന്ന എല്ലാവർക്കും ദൈവനാമത്തിൽ നന്ദി പറയുകയാണ്. ഞാനും പ്രാർത്ഥിക്കും. ഓക്കെ, ഗോഡ് ബ്ലെസ് യു. ആമേൻ. ഓക്കെ സിസ്റ്ററെ, കർത്താവ് സഹായിക്കട്ടെ. അനേക വിധത്തിലുള്ളതായ ഭാരങ്ങളും പ്രയാസങ്ങളിലൂടെ ഒക്കെ കടന്നുപോയി. കർത്താവ് വിശ്വസ്തനാണ്. ദൈവം ആരെയും തള്ളിക്കളയുന്ന ദൈവമല്ല. ദൈവം കരം പിടിച്ച് നടത്തുന്ന കർത്താവാണ്. സുസ്നൊരു ഭവനവും കാര്യങ്ങളും ഒക്കെ കർത്താവ് തന്നല്ലോ. ആ കർത്താവിനെയും സുസ്നെ ശുശ്രൂഷയിലും ബലപ്പെടുത്തും. നമുക്ക് ഹല്ലേലൂയ എവിടെ വേണേലും നമുക്ക് ശുശ്രൂഷിക്കാം. കാണുന്ന വ്യക്തികളോടൊക്കെ നമുക്ക് ദൈവത്തിൻ്റെ വചനം പറയാം. നമ്മുടെ കർത്താവിനെ കുറിച്ച് നമ്മൾ പറയുന്നതാണല്ലോ നമ്മുടെ ശുശ്രൂഷ. ഹല്ലേലൂയ. അതിനായി കർത്താവ് സുസ്നെ ബലപ്പെടുത്തട്ടെ. കർത്താവ് അനേക കഷ്ടങ്ങൾ സഹിച്ചാണ് നമ്മുടെ കർത്താവ് കടന്നുപോയത്.
അത് നാൾതോറും അവൻ്റെ ക്രൂശ് എടുത്ത് കർത്താവിനെ അനുഗമിക്കാനാണല്ലോ ദൈവത്തിൻ്റെ വചനം. ജീവിതത്തിൽ കടന്നു വരുന്നതായ ചില പ്രതികൂലങ്ങളും പ്രയാസങ്ങളും വാക്കുകളും നിന്ദകളും ഒക്കെ നമ്മുടെ കർത്താവിൻ്റെ ക്രൂശാണ്. അത് വഹിച്ചുകൊണ്ട് നല്ലൊരു നിത്യത നമുക്ക് പ്രാപിക്കാം. കർത്താവിൻ്റെ ദാസിയെ ദൈവം സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. ഓക്കെ സിസ്റ്റർ ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധനായ ദൈവമേ, സ്വർഗത്തിലെ നല്ല കർത്താവേ, നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു കർത്താവേ. അപ്പച്ചാ, സ്വർഗം നിന്റെ സിംഹാസനം, ഭൂമി നിന്റെ പാദപീഠമായിരിക്കാല് ഇങ്ങനെ ഒരു സാഹചര്യം ദൈവം ഒരുക്കിയതിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. അടികൾ ക്ഷണിക്കപ്പെട്ട ദൈവമേ, സ്തോത്രം TV കർത്താവേ, ആ പ്രോഗ്രാമുകൾ കർത്ത കുടുംബം തലമുറകളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇവരിലൂടെ ചെയ്തെടുക്കുന്ന ശുശ്രൂഷകള് കർത്താവെ പ്രാർത്ഥിക്കുന്നു കർത്താവെ. അനേകർക്ക് ഒരു ആശ്വാസമായി തീരുവാൻ സ്വർഗ്ഗം സഹായിക്കണമേ കർത്താവെ. ഈ മീഡിയത്തെ ദൈവം അനുഗ്രഹിക്കണമേ. അത് ലോക രാജ്യങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. നിന്റെ വേലയിൽ വർദ്ധിച്ചു ഒരു സ്വർഗ്ഗം സഹായിക്കണം പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. ദൈവമേ, രാശിയെ സജ്ജീകരിക്കണം, ബലപ്പെടുത്തണം. നീ ഏൽപ്പിച്ച ശുശ്രൂഷ വിശ്വസ്തയോടെ ചെയ്യുവാൻ സ്വർഗ്ഗം സഹായിക്കണമേ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. കർത്താവ്, ഇതിനകത്ത് കടന്നു വന്ന എല്ലാ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സാക്ഷ്യം കേട്ട എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അനേകർക്ക് ഒരു അനുഗ്രഹമായി തീരുവാൻ സ്വർഗ്ഗം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. ഏൽപ്പിച്ച ശുശ്രൂഷ കർത്താവെ സ്തോത്രപ്പ നിർവടിയെ ചെയ്യുക. അതേ കർത്താവെ സ്തോത്രപ്പ. ഹല്ലേലൂയ. അവിടുത്തെ ഇറങ്ങട്ടെ കർത്താവെ. ആ വെളിപ്പെടുന്ന് പ്രാർത്ഥിക്കും കർത്താവെ. ഹല്ലേലൂയ. ഇത് സമയം കർത്താവെ, കുടുംബത്തിന് കർത്താവിന്റെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നപ്പാ ദൈവമേ സ്തോത്ര. അനേകിലേക്ക് ഇത് വ്യാപരിക്കുമ്പോൾ അവിടെ ചെല്ലുന്നവിടെ ദൈവകർമ്മങ്ങളെ പ്രാർത്ഥിക്കുന്നപ്പാ. ആമേൻ. ഓക്കെ, താങ്ക് യു സിസ്റ്റർ. ഗോഡ് ബ്ലസ് യു.